Hello, good afternoon. Hello. കേൾക്കുന്നുണ്ടല്ലേ? ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് സാർ. ഓക്കെ, തുടങ്ങാം അല്ലേ? വെരി ഗുഡ്. ഓക്കെ, സെറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് എടുക്കാവുന്ന ടോപ്പിക് QRMP സ്കീം. ഓക്കെ, ഷോർട്ട് ആയിട്ട് എന്തായാലും ഒരു 4 to 5 മാർക്സ് ഇല്ലേ ഈ അറ്റംപ്റ്റിൽ ഉണ്ടാവും. ചാൻസ് ഉണ്ട്, കാരണം ICA കഷ്ടപ്പെട്ടിട്ടില്ലേ 10-20-25 പേജ് എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രം. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ അവരിങ്ങനെ വലിച്ചു നീട്ടിയ കാര്യങ്ങളില്ല, വിശദമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു നടത്തും. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, നീ കുറച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത് നല്ലതല്ലേ? അപ്പൊ ഈ അറ്റംപ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ QRMP ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു തിയറി ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യനോ എന്തായാലും ഉണ്ടാവും, ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു 86B പഠിച്ചില്ലേ, ഓർമ്മയുണ്ടോ? ആ 1% അതിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ QRMP, പക്ഷെ QRMP ചാൻസസ് കൂടുതലാണ്, കാരണം അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. തുടങ്ങാം. Yes. So tell me, please participate all of you. എല്ലാവർക്കും അറിയാം GST റിട്ടേൺസിൽ റിട്ടേൺസ് എന്ന ചാപ്റ്ററിൽ രണ്ട് മെയിൻ റിട്ടേൺ ആണ് സാധാരണ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഫയൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർ സെക്ഷൻ 37 വരുന്ന റിട്ടേൺ ഏതാ? എല്ലാവർക്കും അറിയാലോ, GSTR1. ഇത് എന്താ പറയുന്നത്? GSTR1 എന്താ ഉണ്ടാവുക? ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ അല്ലേ? ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ അല്ലെ? ഇതിന്റെ ഡ്യൂ ഡേറ്റ് ഇല്ലേ അല്ലെ? നിങ്ങൾക്ക് അറിയുന്ന ഡ്യൂ ഡേറ്റ് ഏകദേശം 10th of next month എന്നുള്ള കൺസെപ്റ്റ് അല്ലേ? തൽക്കാലം അങ്ങനെ പഠിക്കാം അല്ലെ? 10th of next month അല്ലേ? അല്ല, ചെറിയ ചേഞ്ച് ഉണ്ട്, 10th 11th ആക്കി, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ 10th എന്നുള്ളത്. യെസ്. വെദർ ഇറ്റ്സ് ടു ബി ഫൈൽഡ് എവറി മന്ത്, യെസ് ഓർ നോ? എവറി മന്ത് വരുന്നല്ലേ, മന്ത്ലി ബേസിസ്. അപ്പൊ ഒരു വർഷം എത്ര? 12 റിട്ടേൺ വരില്ലേ പെർ ഇയർ അല്ലേ? യെസ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? പ്ലസ് എല്ലാ വർഷവും സെക്ഷൻ 39 പ്രകാരം എന്ത് റിട്ടേൺ ഫയൽ ചെയ്യണം? മെയിൻ റിട്ടേൺ ഏതാ? ഇത് ഔട്ട്പുട്ട് ടാക്സിന്റെ മാത്രം കണക്ക് 37 അപ്ലോഡ് ചെയ്തു. പ്ലസ് ഇൻപുട്ട് ടാക്സ് ഒക്കെ ഫയൽ ചെയ്തിട്ട് GSTR3B എല്ലാവർക്കും അറിയാം അല്ലെ? എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരിക? ഇതല്ലേ GST റിട്ടേൺ, GST മന്ത്ലി റിട്ടേൺ അല്ലേ? യെസ്. എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരിക? 20th of next month അല്ലെ? ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വെച്ചത് മാത്രമേ ഉള്ളൂ അല്ലെ? യെസ്. അപ്പൊ ഇതും 12 വരില്ലേ? 12 റിട്ടേൺ വരില്ലേ? 12 റിട്ടേൺ പെർ ഇയർ. സോ അങ്ങനെയാണെങ്കിൽ ഈ 2.5 കൂടി ചേർത്തിട്ട് എത്ര റിട്ടേൺ ആയി? ഈ 2.5 കൂടി ചേർത്തിട്ട് ഒരു വർഷം എത്ര അപ്ലോഡ് നടക്കണം ഒരു സാധാരണ രജിസ്റ്റേർഡ് പേഴ്സൺ? അല്ലെ? 24 റിട്ടേൺ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം നടത്താം. ഇതുവരെയൊക്കെ ക്ലിയർ അല്ലേ? ഇതല്ലേ നോർമൽ നമ്മുടെ ഉണ്ടായിരുന്ന പ്രൊവിഷൻ അല്ലെ? യെസ്. ഇതിനെ ലഘൂകരിക്കാൻ, ഈ ഒരു കൺസെപ്റ്റിനെ ലഘൂകരിക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന കൺസെപ്റ്റ് ഇല്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ടെൽമി, ഒരു ബിസിനസ്സുകാരൻ GST റിട്ടേണിൽ ഫോക്കസ് ചെയ്യണോ അയാളുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം? ബിസിനസ്സിലല്ലേ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെ? GST റിട്ടേൺ പിന്നാലെ പോയി കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ? തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തു, എല്ലാവരും ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യണ്ട, ഒരു ടേൺ ഓവർ ലിമിറ്റ് വെച്ചിട്ട് അതിന്റെ താഴെയുള്ള ആൾക്കാർ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ നടത്താം. അപ്പൊ സാറേ ടാക്സ് എല്ലാ മാസം അടയ്ക്കണം. ടാക്സ് അടയ്ക്കുന്നതിൽ ടെൽമി മാറ്റമുണ്ടോ? ഇല്ല. ടെൽമി, നമ്മൾ സാധാരണ ടാക്സ് അടയ്ക്കുന്നത് GSTR1 കൂടെയാണോ 3B കൂടെയാണോ സാധാരണ മന്ത്ലി ടാക്സ് അടയ്ക്കാൻ? ഇനി ഐഡിയ? 3B കൂടെയാണ്. 3B കൂടെയാണ് GST മന്ത്ലി പേയ്മെന്റ്സ്. എസ് ഓർ നോ? GST മന്ത്ലി പേയ്മെന്റ്സ് അല്ലെ? സോ ടെൽ മീ, 12 പേയ്മെന്റ്സ് നടത്തണ്ടേ? ഇൻ ഇയർ നടത്തണ്ടേ? യെസ്, 12 പേയ്മെന്റ്സ് ഇൻ ഇയർ നടത്തും. അതിൽ മാറ്റമൊന്നുമില്ല, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ടെൽ മീ, അതിൽ മാറ്റം വരുത്തില്ലല്ലോ, കാരണം ടാക്സിന്റെ കാര്യമല്ലേ, പൈസ കിട്ടുന്ന കാര്യമല്ലേ. യെസ്. ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യില്ലേ? GSTR1 3B ഒക്കെ ഇല്ലേ? അത് നിങ്ങൾ കാര്യം ചെയ്തോളൂ. ചില ആൾക്കാർക്ക് മാത്രം അത് ക്വാർട്ടർലി ആക്കി കൊടുത്തു നടത്തും.
ചില ആൾക്കാർക്ക് മാത്രം അത് ക്വാർട്ടർലി ആക്കി കൊടുത്തു. ഈ ടേൺ ഓവർ ഇസ് ലെസ് ദാൻ 5 crores. Turnover is less than 5 crores. Tell me whether it's a welcome move by government, yes or no? From government, yes or no? നല്ലൊരു കാര്യമല്ലേ? യെസ് ഓർ നോ? ചെറിയ ചെറിയ കടക്കാരൻ എല്ലാ മാസവും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ക്വാർട്ടർലി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്താൽ മതി പറയുന്നില്ലേ? ഇറ്റ് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് മൂവ്, യെസ് ഓർ നോ? യെസ്. സോ നമുക്ക് ഈ സ്കീമിനെ കുറിച്ച് പഠിക്കാം. ഈ സ്കീമിന്റെ പേര് നോക്കുക, എന്താ? QRMP. QRMP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് രണ്ട് ക്രൈറ്റീരിയ എന്താ നോക്കൂ. QR എന്താ? ക്വാർട്ടർലി റിട്ടേൺ അല്ലെ? MP മന്ത്ലി പേയ്മെന്റ്. സോ ടെൽ മീ ചേഞ്ച് വന്നത് എവിടെയാണ് പറയൂ? ചേഞ്ച് വന്നത് എവിടെ മാത്രമാണ്? പേയ്മെന്റിലാണോ റിട്ടേണിലാണോ? എവിടെ മാത്രമാണ്? റിട്ടേൺ ഫയലിംഗിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഏതിൽ മാറ്റമില്ല? പേയ്മെന്റിലൊന്നും മാറ്റില്ല, റിട്ടേണിലാണ് മാറ്റം നടത്തും അല്ലെ? പേയ്മെന്റിലൊന്നും മാറ്റില്ല, റിട്ടേണിലാണ് മാറ്റം നടത്തും. യെസ്, വെരി ഗുഡ്. ഗുഡ്. യെസ്. So tell me what is the criteria? Listen, what to aggregate turnover in the preceding financial year of a registered person. So tell me main നോക്കേണ്ട പോയിന്റ് എന്താ? Preceding financial year, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അല്ലെ? സോ നമ്മൾ കോമ്പോസിഷൻ സ്കീമും അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നത് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ അല്ലേ? സോ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിന്റെ ടേൺ ഓവർ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ exceeds 5 crores. Exceeds 5 crores. Tell me 5 crores ലിമിറ്റ് ഒരു സ്ഥലം കൂടി പഠിച്ചിട്ടില്ലേ? എവിടെയാണ് ഈ 5 crores ലിമിറ്റ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ടാക്സ് ഇൻവോയ്സ് ചാപ്റ്ററിൽ പുതിയ അമെന്റ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. ഏതാ? HSN കോഡ്. വെരി ഗുഡ് സായിറ, കറക്റ്റ്. HSN കോഡിന്റെ കാര്യം പഠിച്ചില്ലേ? അവിടെ 5 crores മുകളിലാണെങ്കിൽ 6 digit മാൻഡേറ്ററി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ വന്നില്ലേ? യെസ് യെസ് യെസ്. അതേ ലോജിക്കിനെ അപ്ലൈ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ചെറിയ കമ്പനി വലിയ കമ്പനി എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഒരു 5 crores ആണ് ടേൺ ഓവർ ആയിട്ട് കണക്കാക്കുന്ന അർത്ഥം ഈ 2-3 കാര്യങ്ങൾക്ക്. സോ 5 കോടി രൂപ പ്രീവിയസ് ടേൺ ഓവറിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ബിഗ് കമ്പനി അല്ലേ? ബിഗ് കമ്പനി ആണെങ്കിൽ നോർമൽ പ്രൊവിഷൻ അല്ലേ? യെസ് ഓർ നോ? എത്ര റിട്ടേൺ? എത്ര റിട്ടേൺ? മന്ത്ലി റിട്ടേൺ 24 ഇല്ലേ? 24. യെസ് ഓർ നോ? 5 കോടിയിൽ താഴെയാണ് പ്രീവിയസ് ടേൺ ഓവർ എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഐ റിപ്പീറ്റ്, വേണമെങ്കിൽ QRMP എന്നൊരു സ്കീം എടുക്കാൻ നടത്തും. സോ ടെൽ മീ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ആൻ ഓപ്ഷണൽ നടത്തും. ഓപ്റ്റ് ഫോർ QRMP. ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാം, നിർബന്ധിച്ച് ആരും എടുക്കാൻ പറയുന്നില്ല. വേണമെങ്കിൽ എടുത്താൽ മതി. QRMP ഇസ് എൻ ഓപ്ഷണൽ സ്കീം. ഓക്കെ അല്ലേ? വേണ്ട, QRMP വേണ്ട, ഒരു മൂടില്ല, താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ടെൽ മീ എവിടേക്ക് മാറും? നോർമലിക്ക് മാറില്ലേ? യെസ് ഓർ നോ? ഈ ഓപ്ഷൻ എടുക്കാണ്ടിരുന്നാൽ നേരെ നോർമലിക്ക് തന്നെ പോലെ 24 റിട്ടേൺ ഫയൽ കൊടുക്കണ്ടേ? ക്ലിയർ ആണോ? യെസ്. ഈ QRMP എന്നുള്ള സ്കീം എടുത്തു വെച്ചോളൂ. എക്സാമ്പിൾ GST പേയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ തന്നെ ചെയ്യണം അല്ലെ? അതിന് ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. റിട്ടേൺ എപ്പോ ഫയൽ ചെയ്താൽ മതി? GSTR 1-ഉം 3B-യും എപ്പോ ഫയൽ ചെയ്താൽ മതി? ക്വാർട്ടർലി. GSTR 1-ഉം 3B-യും ക്വാർട്ടർലി ഫയൽ ചെയ്താൽ നടത്താം. യെസ്. സോ ടെൽ മീ അങ്ങനെയാണെങ്കിൽ എത്ര റിട്ടേൺ പറയൂ ഒരു വർഷത്തേക്ക്? ഒരു ക്വാർട്ടറിൽ 2 ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഒരു വർഷത്തേക്ക് 4 ക്വാർട്ടർ അല്ലെ? അപ്പൊ എട്ടെണ്ണം. അപ്പോ 24 എന്നുള്ളത് 8ലേക്ക് ചുരുങ്ങിയില്ലേ റിട്ടേൺ? യെസ്. ആ ലോജിക് എടുത്താൽ നടത്തും. എല്ലാ ക്വാർട്ടർലി GSTR 1-ഉം 3B അപ്ലോഡ് ചെയ്താൽ നടത്തും. യെസ്. ഈ സ്കീം എടുത്ത വ്യക്തിയില്ലേ, ഈ സ്കീം എടുത്ത വ്യക്തിയുടെ ടേൺ ഓവർ കഴിഞ്ഞ വർഷം 3 കോടി വെച്ചോളൂ. ശ്രദ്ധിക്കുക, കഴിഞ്ഞ കൊല്ലം 3 കോടി, ഇക്കൊല്ലം 5.5 കോടി വെച്ചോളൂ. കറണ്ട് ഇയർ 5.5 കോടി വെച്ചോളൂ. അടുത്ത കൊല്ലം ഈ സ്കീം കിട്ടും? കഴിഞ്ഞ കൊല്ലം 3 തൊട്ട് നമ്മൾ ഇക്കൊല്ലം QRMP എടുത്തു, ഇക്കൊല്ലം 5.5 കോടി. അപ്പൊ അടുത്ത കൊല്ലം എന്തായാലും കിട്ടില്ല, ഉറപ്പായി. അടുത്ത കൊല്ലം എന്തായാലും കിട്ടില്ല, കാരണം പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നോക്കണ്ടേ, കിട്ടില്ല. യെസ്. കറണ്ട് ഇയർ 5.5 കോടിയെ കഴിഞ്ഞാലേ എന്താ പ്രശ്നം അറിയും? ഇത് വായിച്ചോക്കൂ. ഈ സ്കീം എത്ര വരയ്ക്കേ കിട്ടുള്ളൂ കറണ്ട് ഇയർ? നമ്മൾ ആ കോമ്പോസിഷൻ പഠിച്ച ലോജിക്കാൻ നടത്താം. എങ്ങനെ? കറണ്ട് ഇയർ 5 കോടി വരയ്ക്കും QRMP എടുക്കാൻ നടത്തും. സോ 5.5 കഴിഞ്ഞാൽ 5 കോടി ക്രോസ് ചെയ്യില്ലേ? 5 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലിക്ക് മാറുന്ന നടത്തും. അപ് ടു 5 crores ഇൻ ദ കറണ്ട് ഇയർ. ടെൽ മീ ഏതെടുക്കാം? എക്സീഡ്സ് 5 crores ആണെങ്കിൽ എവിടേക്ക് മാറേണ്ടി വരും? നോർമൽ അല്ലെ?
ഇതെല്ലാം വ്യക്തമായോ? ക്ലിയർ അല്ലേ? ചാർട്ട് ഓക്കെ അല്ലേ? യെസ്. സോ ടെൽ മീ വാട്ട് ഇസ് എലിജിബിലിറ്റി ഫോർ QRMP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എഴുതണം എക്സാമിന്? ഞാൻ പറയും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്. എലിജിബിലിറ്റി ഫോർ QRMP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൽ മീ വെദർ ഇറ്റ്സ് മാൻഡേറ്ററി കൂടി ചോദിക്കാം. എലിജിബിലിറ്റി is previous year aggregated or does not exceed എത്ര 5 crores. It is option scheme. Up to current year 5 crores you can avail this benefit എന്നർത്ഥം. Of monthly filing അല്ല quarterly filing. Yes or no? Clear അല്ലേ? Yes. Yes. Okay. So first chart is okay. Next, X Limited previous year turnover 4.5 crores. Tell me simple. ഈ പറയുന്ന QRMP സ്കീം കിട്ടും. Yes or no? QRMP സ്കീം കിട്ടും അല്ലെ? ഇയാൾക്ക് 2 ബ്രാഞ്ചിൽ വെച്ചോളൂ. ഒന്ന് ഹെഡ് ഓഫീസ് കൊച്ചിയിലും ഫാക്ടറി ഒക്കെ, റീറ്റെയിൽ ബ്രാഞ്ച് അല്ലേ ഇൻ ചെന്നൈ വെച്ചോളൂ. ചെന്നൈ രജിസ്ട്രേഷൻ ടു രജിസ്ട്രേഷൻ ഡിസ്റ്റിങ് പേഴ്സൺ ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? ചെന്നൈ ബ്രാഞ്ചിലെ ആൾക്കാരില്ലേ, ചെന്നൈ ബ്രാഞ്ചിലെ മാനേജറില്ലേ, പെട്ടെന്ന് QRMP എടുത്തു വെച്ചോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ QRMP കിട്ടുമല്ലോ അല്ലെ? 4.5 ഉള്ളൂ അഗ്രിഗേറ്റ് ടേൺ ഓവർ, മൊത്തത്തിൽ ടേൺ ഓവർ ഇട്ടാ. അപ്പൊ 4.5 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? QRMP എടുക്കാം. കൊച്ചി ബ്രാഞ്ചിലെ ഹെഡ് ഓഫീസ് ആളില്ലേ, അയാൾക്ക് നിർബന്ധമാണ് QRMP എടുക്കാൻ. സോറി, ഇയാൾ നോർമൽ സോറി, ചെന്നൈ ബ്രാഞ്ച് നോർമൽ സ്കീമാണ്, ഇയാൾക്ക് QRMP. ഹെഡ് ഓഫീസ് പറയുമ്പോൾ QRMP, ബ്രാഞ്ച് പറയും ഞങ്ങൾക്ക് നോർമൽ സ്കീം മതി. എന്താ മന്ത്ലി ഫൈസ്. വൺ നേഷൻ വൺ ടാക്സ്, വൺ പാൻ വൺ ഓപ്ഷൻ ഫോർ വാട്ട് കോമ്പോസിഷൻ. എസ് ഓർ നോ? കോമ്പോസിഷനിൽ വൺ പാൻ വൺ ഓപ്ഷൻ പഠിച്ചിട്ടില്ലേ? യെസ്. പക്ഷെ ഇവിടെ വെച്ചോക്കൂ, ഇവിടെ എന്താ ഇതിന്റെ അർത്ഥം? എന്താ QRMP GST IN, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇവിടെ ഐയും കൂടെ വരും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ ഡിഫറെന്റ് ഓപ്ഷൻ ഇസ് പോസിബിൾ. എസ് ഓർ നോ? യെസ് പോസിബിൾ. സോ ദിസ് ഇസ് പോസിബിൾ എന്നർത്ഥം. രജിസ്ട്രേഷൻ നമ്പർ വൈസ് ആണ് ഈ സ്കീം എന്നർത്ഥം. സോ ഹെഡ് ഓഫീസ് QRMP എടുത്തുകൊണ്ട് ഇവിടെ എടുക്കുന്ന നിർബന്ധമില്ല, നമുക്ക് ഓപ്ഷൻ മാറ്റാം. ക്ലിയർ? സോ നമ്മൾ പഠിച്ചില്ലേ കോമ്പോസിഷൻ സ്കീമിൽ വൺ ഓപ്ഷൻ ടേക്കൺ, അതർ ബ്രാഞ്ച് എല്ലാം എന്ത് ചെയ്യണം? ആ ഓപ്ഷൻ എടുക്കണോ വേണ്ടി സ്വർണ്ണം നിർബന്ധമാണോ അല്ലേ? സ്വർണ്ണം കോമ്പോസിഷനിൽ ഒരാൾ സെക്ഷൻ 10 ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്താവും? സെക്ഷൻ 10 ആവും അല്ലെ? ആ ലോജിക്ക് ഇവിടെ ഇല്ല എന്നർത്ഥം. ഒരാൾക്ക് സെക്ഷൻ ഒരാൾക്ക് QRMP, മറ്റേ ആൾക്ക് നോർമലി എല്ലാം എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ടേൺ ഓവർ എടുക്കുമ്പോൾ 5 crores ടേൺ ഓവർ എടുക്കുമ്പോൾ ടോട്ടൽ എടുക്കണോ ബ്രാഞ്ച് വൈസ് എടുക്കണം? അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇസ് ഓൾ ഓവർ ഇന്ത്യ. ടേൺ ഓവർ മനസ്സിലായോ? ടേൺ ഓവർ എടുക്കുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ അഗ്രിഗേറ്റ്. യെസ്, അത് ക്ലിയർ ആയില്ലേ? സോ ഈ രണ്ടാമത്തെ കൺസെപ്റ്റ് ഓക്കെ അല്ലേ QRMPയുടെ? ഞാൻ പറയും ഇങ്ങനത്തെ ഏതെങ്കിലും കൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കും 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ സെക്കൻഡ് കൺസെപ്റ്റ് ഓക്കെ അല്ലേ? യെസ്, ഓൾ ഓഫ് യു. അപ്പൊ കൺസെപ്റ്റ് 1, കൺസെപ്റ്റ് 2 അങ്ങനെ now listen, assume myself is purchasing a laptop. ഈ കഥയിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഐ എം പർച്ചേസിംഗ് എ ലാപ്ടോപ്പ് ഫ്രം എവിടെ സ്ഥലം? എവിടെ? ലുലു. ലുലു. യെസ്, ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് മാറ്റി പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ലുലു കണക്ട്. ഓക്കെ ഫൈൻ. സോ ടെൽ മീ ഐ എം പർച്ചേസിംഗ് ദിസ് ലാപ്ടോപ്പ്. ഇതിൽ GST 4,000 rupees ഉണ്ടെങ്കിൽ എനിക്ക് ITC ക്ലെയിം ചെയ്യാം. എസ് ഓർ നോ? എനിക്ക് ITC ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. എല്ലാവർക്കും അറിയാലോ അല്ലെ? 4,000 GST ഉണ്ടെങ്കിൽ അല്ലെ എനിക്ക് ITC ക്ലെയിം ചെയ്യാം. ഫോർ ദിസ് പർപ്പസ് ടെൽ മീ, 2 ലോജിക്കാണ് അപ്ലൈ നടത്താം. ആദ്യം ലുലു മോൾ QRMP ഓർ നോർമൽ എന്ത് തോന്നുന്നു?
ലുലു മാൾ QRMP ഓർ നോർമൽ സ്കീം ഏതായിരിക്കും? നോർമൽ ആയിരിക്കും. യെസ് ഓർ നോ? യെസ്. Assume this purchase is happening in the month of April. April. നോർമൽ. സോ ടെൽ മീ, അങ്ങനെയാണെങ്കിൽ GSTR1 അപ്ലോഡ് ചെയ്യില്ലേ? GSTR1 അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യില്ലേ? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് വിൽ ബി അപ്ലോഡഡ്. അതിൽ എന്റെ GST നമ്പർ ഉണ്ടാവില്ലേ? IN ഓഫ് അൻവർ അല്ലെ? എന്റെ GSTN വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻ മൈ അക്കൗണ്ട് എവിടെ വരും? നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, എവിടെ വരും? GSTR 2A എത്ര ഉണ്ടാവും? 4000 ഉണ്ടാവും അല്ലെ? യെസ്. 2A 2B 2A അല്ലെ? 2A ബേസ്ഡ് ഓൺ 2A എനിക്ക് എന്തെടുക്കാം? ക്രെഡിറ്റ് എടുക്കാം, ക്ലെയിം ചെയ്യാന്നൊക്കെ അറിയാലോ അല്ലെ? ITC കിട്ടും അല്ലെ? ക്ലെയിം ചെയ്യാം, എല്ലാവർക്കും അറിയാലോ അല്ലെ? യെസ്. ദിസ് വൺ ഈസ് ഓക്കെ. ITC എലിജിബിൾ. ഓക്കെ, എല്ലാവർക്കും അറിയാലോ ITC 4000 രൂപ കിട്ടുന്നത്. 2A വന്നു, ക്ലെയിം ചെയ്യാം. Now listen, I am purchasing a furniture. I am purchasing a furniture from Semi Kannur. Okay. സെമീഹിന്റെ ടേൺ ഓവർ 2.5 കോടി വെച്ചോളൂ. പുള്ളിക്കാരൻ QRMP എടുത്തിട്ട് വെച്ചോളൂ. QRMP. I am purchasing a furniture. എപ്പോഴാണെന്നറിയോ? April 21 വെച്ചോളൂ എക്സാം. ഫർണിച്ചറിൽ GST 6000 രൂപ വെച്ചോളൂ. എനിക്ക് ITC കിട്ടൂല്ലേ? സ്വർണ്ണം. ഹീസ് രജിസ്റ്റേർഡ് പേഴ്സൺ. സ്വർണ്ണം. എനിക്ക് ITC കിട്ടില്ലേ? സ്വർണ്ണം. ടാക്സ് ഇൻവോയ്സ് എല്ലാം കിട്ടില്ലേ? ITC കിട്ടും. പക്ഷേ സമീഹ് ടെൽ മീ, എപ്പോഴാണ് GSTR1 ഫയൽ ചെയ്യുക? മന്ത്ലി ഓർ ക്വാർട്ടർലി? QRMP ഉള്ളതുകൊണ്ട് ക്വാർട്ടർലി ഫയൽ ചെയ്യാം. യെസ്. അപ്പൊ അല്ല, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലാണ് ഫയൽ ചെയ്യാൻ നടത്താം. ജൂലൈ വെച്ചോളൂ. 13 ഡേറ്റ് ആണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. നമുക്ക് അതെടുക്കാം. ഓക്കെ. ജൂലൈയില് GSTR1 ഫയൽ ചെയ്താൽ ടെൽ മീ, ജൂലൈയിൽ GSTR1 വന്നാൽ എന്റെ 2A എപ്പോഴാണ് ക്രെഡിറ്റ് ആവുക? ഏത് മാസത്തേക്ക് വരിക? ജൂലൈയിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എന്റെ 2A എപ്പോഴേ വരുള്ളൂ? GSTR 2A ജൂലൈയിലല്ലേ വരുള്ളൂ. So tell me, for me, whether it's favorable or adverse? For ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് ഫേവറബിൾ ആണ് അഡ്വേഴ്സ് ആണ്? ഈ കാര്യം 6000 രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ഏപ്രിലത്തെ ടാക്സ് മേയ്ക്ക് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം, മെയിൽ അടയ്ക്കുന്നതിന് പകരം ജൂലൈ വരെ വെയിറ്റ് ചെയ്യണ്ടേ അല്ലെ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ സമീഹിന് സാധനം മേടിക്കാൻ ചാൻസ് ഉണ്ടോ? അതോ വീണ്ടും ലുലു പോയി മേടിക്കും? ഫർണിച്ചർ ഞാൻ സമീഹിൽ നിന്ന് മേടിക്കും, അതോ ലുലു പോയി മേടിക്കും? കാരണം എനിക്ക് ഫുൾ ക്രെഡിറ്റ് ആ മാസം തന്നെ കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് പ്രശ്നം വരാതിരിക്കാൻ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാമോ? ഓപ്ഷൻ എന്താ ഓപ്ഷൻ വെച്ചാൽ, നിങ്ങൾക്ക് GSTR1 പകരം യു ക്യാൻ ഫയൽ എ ഡോക്യുമെന്റ് കോൾഡ് IFF. IFFന്റെ ഫുൾ ഫോം ശ്രദ്ധിക്കാൻ, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി. സിമ്പിളായി പറഞ്ഞ് GSTR1 തന്നെ നടത്താം. GSTR1 തന്നെ. പക്ഷെ നിർബന്ധമാണോ IFF? IFF എന്നുള്ള സാധനം നിർബന്ധമാണോ? നോ, ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഇതെനിക്ക് മന്ത്ലി ഫയൽ ചെയ്യാൻ നടത്താം. മന്ത്ലി പറഞ്ഞാൽ എനിക്കല്ല, സമീഹിന് നടത്താം. സമീഹിന് ഈ IFF ഫയൽ ചെയ്യാം. എപ്പോഴാണ്? ഒരു മാസത്തെ IFF അടുത്ത മാസം 13-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ നടത്താം. ഒരു മാസത്തെ ഡീറ്റെയിൽസ് ഇല്ലേ, സെയിൽസ് ഇല്ലേ, അടുത്ത മാസം 13-ന്റെ ഉള്ളിൽ ചെയ്യാൻ നടത്താം. സോ ഏപ്രിലത്തെ ഡീറ്റെയിൽസ് അപ്പൊ അപ്ലോഡ് ചെയ്യാൻ പുള്ളിക്ക് 13th മെയിൻ അപ്ലോഡ് ചെയ്തൂടെ? സ്വർണ്ണം. 13th മെയ് പുള്ളിക്കാരൻ IFF ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടെൽ മീ, അതിൽ എന്റെ GST നമ്പർ ഉണ്ടാവില്ലേ? എന്റെ GST വെച്ച് അപ്ലോഡ് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ടെൽ മീ, എന്റെ 2A ഏത് മാസത്തിന് കിട്ടും? ഏപ്രിലത്തെ 2A ഇല്ലേ? മെയിൽ റിഫ്ലക്ട് ആവുന്നെങ്കിലും ഏപ്രിൽ, മനസ്സിലായോ? ഏപ്രിലത്തെ ലോഗിൻ ചെയ്താൽ കാണുന്ന ഏപ്രിലത്തെ ടാക്സിന്റെ 2A, അതായത് മെയ് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാം അല്ലെ? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ സാധനം 13th മെയ് തന്നെ, 13th മെയ്ക്ക് തന്നെ എനിക്ക് 6000 രൂപ ക്രെഡിറ്റ് വരുന്ന അർത്ഥം GSTR 2A. മനസ്സിലായി?
യെസ് ഫൈൻ. സോ ആലോചിക്കൂ, എന്റെ സിമ്പിൾ ആയി പറഞ്ഞു, ലിസൺ, എന്റെ ഏപ്രിൽ മാസത്തെ ഔട്ട്പുട്ട് ടാക്സ് 10,000 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറയും? പറ്റൂ പറയും. ഏപ്രിൽ മാസം എന്റെ ഔട്ട്പുട്ട് ടാക്സ് 10,000 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഏപ്രിലത്തെ റിട്ടേൺ ഞാൻ എപ്പോഴാണ് ഫയൽ ചെയ്യാം? മെയ് 20 ഫയൽ ചെയ്യില്ലേ? മെയ് 20 ഫയൽ ചെയ്യുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ 2A ഓൾറെഡി എത്ര കടന്ന് കിടക്കുന്നത്? 6,000 വന്ന് കിടക്കുന്നില്ലേ? മെയ് 20 ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുമ്പോൾ 10,000 അടയ്ക്കാണ്ട്. ഓക്കെ, 6,000 ഓൾറെഡി 13 വന്ന് കിടക്കുന്നില്ലേ? 2A കിട്ടില്ല. ബാക്കി 4,000 അടച്ചാൽ പറയും ഞാൻ. യെസ് ഓർ നോ? ബാലൻസ് 4,000 അടച്ചാൽ പറയും. യെസ്. Clear. So tell me whether IFF facility is beneficial, yes or no? To recipient, yes or no? Recipient beneficial, yes or no? Yes. ഇനി സമീഹിന്, ടെൽ മീ, സമീഹിന് നല്ല ക്വസ്റ്റ്യൻ. അയക്ക് വരാം സാഹിന, നല്ല ക്വസ്റ്റ്യൻ. IFF ഫയൽ ചെയ്തു സമീഹ് അല്ലെ? എപ്പോ ഫയൽ ചെയ്തു? ഏപ്രിലത്തെ ഫയൽ ചെയ്തു, മെയ്ത്തെ ഫയൽ ചെയ്തു. ജൂണില് IFF അല്ല GSTR 1 തന്നെ നടത്താം. മനസ്സിലെ? ഇപ്പൊ month 1, month 2, month 3 ആദ്യത്തെ 2 മാസം എന്ത് ഉപയോഗിക്കാം? ഏപ്രിലത്തെ സെയിൽസിന്റെ ഡീറ്റെയിൽസ് മെയ് 13 തീയതിക്കുള്ളിൽ IFF ഫയൽ ചെയ്യാം. മെയ്ത്തെ ജൂണിൽ IFF ഫയൽ ചെയ്യാൻ നടത്താം. പക്ഷെ ജൂലൈത്തെ, സോറി, ഏപ്രിൽ, മെയ്, ജൂൺ, ഏപ്രിലത്തെ മെയ്യില്, ഓക്കെ, മെയ്ത്തെ ജൂണില്, ജൂണത്തെ ജൂലൈയിൽ ഫയൽ ചെയ്യും. ജൂണത്തെ ജൂലൈയിൽ IFF ഇല്ല, ഏതെടുത്തേ പറ്റും? GSTR 1. GSTR. അതെ, കറക്റ്റ് ഫാദർ. അപ്പൊ ടെൽ മീ, സമീഹ് മടിയനാണെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം? ജൂലൈത്തെ, സോറി, ഏപ്രിൽ, മെയ്, ജൂണത്തെ GSTR 1 അപ്ലോഡ് ചെയ്യും, ലെസ് പറഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂണത്തെ ഡിലേ ആവുന്ന അർത്ഥം, അത്രേ ഉള്ളൂ. വ്യക്തമായി എല്ലാവർക്കും? ഡിലേ വരുന്ന അത്രേ ഉള്ളൂ, ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. ബട്ട് ടെൽ മീ, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, എക്സാക്ട്ലി ഞാൻ പറഞ്ഞ QRMP ഉള്ളവർക്ക് മാത്രമേ ഈ സ്കീമിൽ വന്നു. ലുലു മോളിന് IFF കിട്ടും. ലുലു മോൾ പറയുന്നത് എന്നാ പിന്നെ യൂസഫ് ഇനി മുതൽ എല്ലാ മാസം IFF ഫയൽ ഇടാം. എന്തിനാണ്? ഇല്ലേ, ഇറ്റ് ഈസ് ഓൺലി ഫോർ QRMP. ഇറ്റ് ഈസ് ഓൺലി ഫോർ QRMP. അവർക്ക് GSTR 1 ഉണ്ടല്ലോ, തീർച്ചയായും. So I hope you have understood this concept. So tell me, IFF is actually a concept of a replacement of which one? IFF എന്നുള്ള സാധനം ഓൾമോസ്റ്റ് നമുക്ക് ഏതുവരെ കണക്കാക്കാം? IFF ഓൾമോസ്റ്റ് GSTR 1 തന്നെ നടത്തും. സെയിൽസിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തു. 5 crores താഴെയുള്ള ആൾക്കാരുടെ ഒരു GSTR 1 തന്നെ നടത്തും. പക്ഷേ ഓപ്ഷണൽ ഓർ മാൻഡേറ്ററി? ഇറ്റ് ഇസ് ഓപ്ഷണൽ. ഞാൻ ചോദിച്ചു, സമീഹിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ പഠിക്കണം. സപ്ലയർക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല അഭിരാമി, പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ എന്റെ ചോദ്യം ശ്രദ്ധിക്കാം, സമീഹിന് ശ്രദ്ധിക്കൂ, സമീഹിന് എല്ലാ സെയിൽസും B2C വെച്ചോളൂ, ബിസിനസ് ടു കൺസ്യൂമർ, റീറ്റെയിൽ കസ്റ്റമേഴ്സ് വെച്ചോളൂ. IFF വേണം? അത് GSTR 1 മതി? എന്താലോചിക്കും? റെസിപ്പിയന്റിന് ITC കിട്ടേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും വാക്ക് ഇൻ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അയാളുടെ GST നമ്പർ വെച്ചിട്ട് IFF ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫയൽ ചെയ്യാൻ പറ്റൂല, ഫസ്റ്റ് ഓഫ് ഓൾ. എക്സാക്ട്ലി. സോ നമുക്ക് വരുന്ന വാക്ക് ഇൻ കസ്റ്റമേഴ്സ്, റീറ്റെയിൽ കസ്റ്റമേഴ്സ് അൺരജിസ്റ്റേർഡ് ആയതുകൊണ്ട് അവർക്ക് ITC ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് IFFന്റെ ലോജിക് ഇല്ല എന്നർത്ഥം. സോ ടെൽ മീ, സമീഹിന്റെ 90% സെയിൽസും B2C യും 10% B2B ആണെങ്കിൽ ടെൽ മീ വിച്ച് ഇസ് ബെറ്റർ? IFF ഇല്ലേ? ആർക്ക് മാത്രം ഫയൽ ചെയ്ത് കൊടുക്കാം? IFF ആർക്ക് മാത്രം വരുമ്പോൾ ചെയ്ത് കൊടുക്കാം? B2B വരുമ്പോൾ മാത്രം ചെയ്ത് കൊടുക്കാം. B2B വരുമ്പോൾ മാത്രം ചെയ്ത് കൊടുക്കാം. അതെനിക്ക് ഞാൻ പറയാം, ആ ഡ്യൂ ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതുവരെയ്ക്ക് ഒരു ധാരണ കിട്ടിയില്ലേ? സോ IFF എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സോ ക്വസ്റ്റ്യൻ ഇസ് ടെൽ മീ, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി IFF എപ്പോഴാണ് വരിക? month 1, അതായത് എപ്പോഴാ? ഞാൻ എപ്പോഴും ഇത് M1, M2, M3 എന്ന് പറയും കേട്ടോ. M1, M2, M3. month 1 പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ആണെങ്കിൽ ഏപ്രിൽ അല്ലെ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണെങ്കിൽ ജൂലൈ, അങ്ങനെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണെങ്കിൽ ഒക്ടോബർ, അങ്ങനെ കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് മന്ത് ഓഫ് ദ ക്വാർട്ടർ ആണെങ്കിൽ സെക്കൻഡ് മന്ത് ഓഫ് ദ ക്വാർട്ടർ എപ്പോൾ ഫയൽ ചെയ്യണം? ഞാൻ പറഞ്ഞു ഡ്യൂ ഡേറ്റ് ഇമ്പോർട്ടന്റ്. എപ്പോൾ ഫയൽ ചെയ്യണം? ഫസ്റ്റ് ഡേ ഓഫ് ദാറ്റ് ടു 13th ചെയ്യാൻ നടത്തും. സോ സിംപിളായി പറഞ്ഞാൽ, എക്സാമ്പിൾ, ഏപ്രിലിന്റെ എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് വരിക? പറയൂ IFF, പറയൂ. May 13, കറക്റ്റ്.
May IFF, June 13th. യെസ്. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ 10th ഏപ്രിലിന്റെ IFF നിങ്ങൾ 16 മെയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? 10th മെയ്ന്റെ കാര്യം 13 മെയ്ക്ക് ചെയ്യണ്ടേ? 13 മെയ്ക്ക് ചെയ്യാണ്ട് ആ മാസം ചെയ്യാൻ പറ്റില്ല, അടുത്ത മാസത്തേക്ക് ആഡ് ചെയ്യുന്ന മനസ്സിലായി. 13 കഴിഞ്ഞില്ലേ? 13 കഴിഞ്ഞാൽ പിന്നെ ആ മാസം ചെയ്യാൻ പറ്റില്ല, അടുത്ത മാസത്തേക്ക് ആഡ് ചെയ്തിടാൻ നടത്തും. മനസ്സിലായി. സോ നിങ്ങൾ മടിയനാണെങ്കിൽ 13-ാം തീയതി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ IFF ആ മാസത്തെ ഓപ്പൺ ആവില്ല, ക്ലിക്ക് ആവില്ല. എന്റെ അനുഭവമാണ്. ഓക്കെ, ക്ലിക്ക് ആവില്ല. ലേറ്റ് ഫീ ഒന്നും വേണ്ട, കാരണം വൈശാഖ ഓപ്ഷൻ ഇടണം, ലേറ്റ് ഫീ ഒന്നും ഇല്ല നടത്തും. യെസ്. അല്ല പറഞ്ഞു വരുമ്പോ ഇന്നത്തെ ദിവസം 10-ാം തീയതി അല്ലേ? ഓ 2 ദിവസം ചെയ്യാം. അല്ലെങ്കിൽ ട്രിപ്ലൈ വിഷ്ണു വിളിക്കും. ട്രിപ്ലൈ വിഷ്ണു ഇന്നലെ കൂടി മെസ്സേജ് അയച്ചു, സാറേ തരാം ക്ലാസ്സും തരാക്കും, യുനോ. ബട്ട് ടെൽ മീ, മാൻഡേറ്ററി ഓർ ഓപ്ഷണൽ? ഞാൻ IFF ഫയൽ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഓപ്ഷണൽ? ഓപ്ഷണൽ. പക്ഷെ അപ്പുറത്തുള്ള ക്രെഡിറ്റിന്റെ കാര്യമല്ലേ, അപ്പുറത്തുള്ള ലൈവ് ക്രെഡിറ്റ് അത്രയും കിട്ടുന്ന കാര്യമല്ലേ. സോ വിൽ ഫയൽ ഇറ്റ്, പേടിക്കണ്ട, ഐ വിൽ ഫയൽ ഇറ്റ്. ഓക്കെ, 2 മൂസ് ഉണ്ടല്ലോ. യെസ്. ഇനി ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് മനസ്സിലായി. വാട്ട് അബൌട്ട് തേർഡ് മന്ത് ഓഫ് ക്വാർട്ടർ? IFF എല്ലാം വിട്ട് എന്ത് എഴുതണം? GSTR 1. അതെ, ഏപ്രിൽ മെയ് ജൂൺ. അതെ, ഏപ്രിൽ മെയ് ജൂണത്തെ GSTR 1 നിങ്ങൾ ജൂലൈ 13 ഫയൽ ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കാൻ, ജൂണില് GSTR 1 എപ്പോ ഫയൽ ചെയ്യണം? ജൂലൈ 13th. ഓക്കെ, ഇത് സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് B2B B2C വരിക? IFF പറയൂ. B2 ഓൺലി അല്ലേ? B2B ഓൺലി മാത്രമേ ഉള്ളൂ, B2C വരില്ല. യെസ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? വെരി ഗുഡ്. ഇതിലൊരു ലിമിറ്റ് വെച്ചിട്ട് ഒരു 50 ലക്ഷം വരയ്ക്ക് മാത്രമേ സമ്മതിക്കുള്ളൂ. ഓക്കെ, 50 ലക്ഷം വരയ്ക്ക് GSTR 1 IFF സമ്മതിക്കുന്നുണ്ട്, പിന്നെ ബാക്കി GSTR 1 അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന. മനസ്സിലായോ? അത് മാറ്റിയിട്ടാ വൈശാഖ് 10th എന്നുള്ള GSTR 1 ഒക്കെ ഡേറ്റ് മാറ്റിയിട്ട് നടത്താം. അതെല്ലാം 13th മാറ്റി കേട്ടോ. വേണ്ട, തേർഡ് മന്തില് നമ്മള് ഏപ്രിലത്തെയും മെയ്ത്തെയും IFF ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിൽസിന്റെ കാര്യം ഇവിടെ അപ്ലോഡ് ചെയ്യണോ വേണ്ടിയോ? കമാൺ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഏപ്രിൽ നമ്മൾ IFF ഫയൽ ചെയ്തു, മെയിലും ഫയൽ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ജൂണിൽ ഏത് മാസത്തെ മാത്രം മതി? ജൂണത്തെ മാത്രം മതി നടത്തും. ഏപ്രിലത്തെയും മെയ്ത്തെയും വീണ്ടും തിരക്കഥ സംഭാഷണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഏപ്രിൽ മെയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഏപ്രിൽ മെയ്ത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൂണത്തെ നമ്മൾ ജൂലൈയിൽ ഫയൽ ചെയ്യും. ഇപ്പൊ ജൂണത്തെ സെയിൽസ് ഇല്ലേ, ജൂണത്തെ സെയിൽസ് മാത്രം കൊടുത്താൽ മതി. യെസ്, ബട്ട് ടെൽ മീ, നമ്മൾ ഏപ്രിൽ മെയ്ത്തെയും IFF ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടെങ്കിൽ ടെൽ മീ, അപ്പം ചെയ്യണം? ഏപ്രിലത്തെയും മെയ്ത്തെയും IFF നമ്മൾ ഫയൽ ചെയ്ത് വെച്ചു, മടിയായിട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പൊ ജൂണത്തെ നമ്മൾ ജൂലൈ ഫയൽ ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് ജൂണത്തെ എല്ലാ തിരക്കഥ സംഭാഷണം വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ജൂലൈ 13 അപ്ലോഡ് ചെയ്യാൻ നടത്തും, GSTR 1 കാണിക്കാൻ നടത്തും. ഓക്കെ അല്ലേ? അതെ, കറക്റ്റ്. സെറ്റ് അല്ലേ? ഗുഡ്. നെക്സ്റ്റ് ശ്രദ്ധിക്കൂ, സപ്ലയർ ഓപ്റ്റിംഗ് QRMP സ്കീം. എക്സാമ്പിൾ സമീഹിന്റെ കഥ അല്ലെ? QRMP എടുത്ത വ്യക്തിയല്ലേ? കേസ് ഇത് ഇമ്പോർട്ടന്റ് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇതിന്റെ ലോജിക്. ഓക്കെ, ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്കീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പറയാം. 15th ജൂലൈയുടെ ഇൻവോയ്സ് വെച്ചോളൂ, ഞാൻ മേടിച്ചു വെച്ചോളൂ. 15th ജൂലൈയുടെ ഇൻവോയ്സ് വെച്ചോളൂ. സോ ടെൽ മീ, ഇതിലൊരു ITC ഒരു
6,000 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ ITC 6,000 രൂപ. അതിലേക്ക് വരാം ആരിഫ്, അതിലേക്ക് വരാം. സപ്ലയർ ഫൈൽസ് IFF. ലിസൺ, 10th August ഫയൽ ചെയ്ത് വെച്ചോളൂ. ടെൽ മീ വെദർ വിത്ത് ഇസ് വിത്തിൻ ഡ്യൂ ഡേറ്റ് ഓർ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. കമോൺ. സപ്ലയർ സമീഹ് 10 August ഫയൽ ചെയ്ത് വെച്ചോളൂ. IFF ഫയൽ ചെയ്തു. അപ്പൊ ആലോചിച്ചു, ജൂലൈ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക? ശരിയാണോ? അല്ലേ? 13th August യെസ്. അങ്ങനെയാണെങ്കിൽ ടെൽ മീ, എന്റെ അൻവർ അബ്ബാസ് എന്നുള്ള പേരിലല്ലേ ഫയൽ ചെയ്യാം? എന്റെ GST ഫയൽ ചെയ്തെങ്കിൽ ടെൽ മീ, എന്റെ 2A എപ്പോ ഡെപ്പിക്റ്റ് ആവും? എന്റെ 2A എപ്പോ നടക്കും സാർ? നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 2Aയും IFF തമ്മിൽ എന്താ ബന്ധം? ഇവിടുത്തെ സെൻഡ് മെസ്സേജ് അവിടുത്തെ ഇൻബോക്സ് അല്ലേ? നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടുത്തെ സെൻഡ് മെസ്സേജ് അവിടുത്തെ ഇൻബോക്സ് അല്ലേ? ആ ലോജിക്കാണ്. 10th തീയതി ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിയൽ ടൈം ബേസിസിൽ എവിടെ അപ്ലോഡ് ആവും? മനസ്സിലായി? റിയൽ ടൈം ബേസിസ് അവിടെ അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ 2A വന്ന് കിടക്കും. ക്ലിയർ? 2A വന്ന്. അപ്പൊ എനിക്ക് ടെൽ മീ, ജൂലൈത്തെ ടാക്സ് ഞാൻ അടയ്ക്കുമ്പോൾ ജൂലൈത്തെ ലൈബിലിറ്റി ഞാൻ August 20 ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന 6,000 രൂപ ക്രെഡിറ്റ് കിട്ടും. എല്ലാവർക്കും അറിയാലോ, 2A വരുന്നു, എനിക്ക് ക്രെഡിറ്റ് കിട്ടും അല്ലെ? ഇനി ഇവിടെ പുതിയൊരു അമെന്റ്മെന്റ് ശ്രദ്ധിക്കുക. ഗവൺമെന്റ് പിന്നീട് അങ്ങോട്ടല്ലേ ഒരു പുതിയ ഫോം കൂടെ കൊണ്ടുവന്നു, GSTR 2B എന്നൊരു സാധനം. എന്താ സാറേ 2B? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു മെയിൻ ഡോക്യുമെന്റ് ഇപ്പൊ 2A അല്ല 2B ആക്കി. 2A ഇല്ലേ, അതും 2A അവിടെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സാധനം കൂടി ഉണ്ട്, എന്താ 2B. ഈ 2Bയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. അത് എന്നാ ജനറേറ്റ് ആവാൻ നോക്കൂ. ആ ഡേറ്റ് അത് ഫിക്സ്ഡ് നടത്താം. ഇത് സ്റ്റാറ്റിക് ആ നടത്താം, റിയൽ ടൈം അല്ല. ദിസ് സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ്. എന്നാ ജനറേറ്റ് ആവാം? 14th തീയതി. സോ ഏത് കഴിഞ്ഞിട്ടായിരിക്കും? IFF ഫയൽ ചെയ്യാനുള്ള സമയപരിധി ഇല്ലടാ. IFF ഫയൽ ചെയ്യാനുള്ള ടൈം പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ റെസിപ്പിന്റെ 2B വരുന്ന അർത്ഥം. ഞാൻ പറഞ്ഞു 14-15 IFF ഫയൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ചെയ്താൽ അടുത്ത മാസത്തിലേക്ക് ഉള്ളൂ. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് 14-15 IFF സമീഹിന് ഫയൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത മാസത്തിലേക്ക് ഉള്ളൂ. കാരണം ഓൾറെഡി ഉള്ള 2Bയിൽ പിന്നെ അപ്ഡേറ്റ് ആവാതിരിക്കാനാണ്. ഓൾറെഡി ഉള്ള 2Bയിൽ അപ്ഡേറ്റ് ആവാതിരിക്കാൻ. സോ ഏത് മാറിക്കൊണ്ടേയിരിക്കും? സ്റ്റാറ്റിക് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. 2A ഇല്ലേ, സപ്ലയർ ശ്രദ്ധിക്കുക, സപ്ലയർ അപ്ലോഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഏത് മാറിക്കൊണ്ടിരിക്കും? 2A മാറിക്കൊണ്ടിരിക്കും. യെസ്, ബട്ട് 2B എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ 13th കട്ട് ഓഫ് ഡേറ്റ് ഇല്ലേ, ഒരു മാസത്തെ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞാൽ അടുത്ത മാസം അല്ല, ആ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡേ ജനറേറ്റ് ആവുന്നതാണ് 2B എന്നർത്ഥം. സോ ക്വസ്റ്റ്യൻ ഇസ് ടെൽ മീ, എന്റെ 2B എന്നുള്ള സ്റ്റേറ്റ്മെന്റിലും ഈ 6,000 രൂപ കിട്ടുമില്ലേ? സ്വർണ്ണം 2B എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ 6,000 രൂപ ഉണ്ടാവില്ലേ? ഏത് മാസത്തെ? ഓഗസ്റ്റില് 6,000 രൂപ ക്രെഡിറ്റ് ഉണ്ടാകുന്ന അർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇസ് ടെൽ മീ, എനിക്ക് ഏത് മാസം ഇത് ക്രെഡിറ്റ് എടുക്കാം? ജൂലൈത്തെ ഇൻവോയ്സ് അല്ലേ? ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇത് ഏത് മാസം ഇൻവോയ്സ് ആണ്? ജൂലൈയിൽ ഗുഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂലൈത്തെ ടാക്സ് ലയബിലിറ്റി ഞാൻ ഫയൽ ചെയ്യുന്ന ഓഗസ്റ്റിൽ. അപ്പൊ ജൂലൈത്തെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തൂടെ സ്വർണം? ജൂലൈത്തെ ITC ആയിട്ട് എടുത്തൂടെ സ്വർണം? എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ജസ്റ്റ് പറയുന്നു. ജൂലൈയിൽ എന്റെ ഔട്ട്പുട്ട് ടാക്സ് 10,000 ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് 6,000 മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര അടച്ചാൽ മതി? 4,000 രൂപ അടച്ചാൽ പോരെ? കാരണം ഈ സാധനം എന്റെ 2B ഓഫ് വിച്ച് മന്ത്? ജൂലൈ 2B എപ്പോ ജനറേറ്റ് ആവുന്നത്? 14th August ജനറേറ്റ് ആവുന്ന ജൂലൈത്തെ 2B ഇല്ലേ? ജൂലൈത്തെ 2B 14th August ജനറേറ്റ് ആവുന്ന ജൂലൈത്തെ 2Bയിൽ വന്നിട്ട് നടത്താം. യെസ്. സോ ടെൽ മീ, ഈ 1 and 2 വിച്ച് ഈസ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്, മോർ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് നൗ, 2A or 2B? അടുത്ത എക്സാം വരുന്നത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഏതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്? 2B. അപ്പൊ എന്താ ഈ 2Bയുടെ പ്രത്യേകത എന്നൊക്കെ ഇല്ലേ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് സ്റ്റാറ്റിക് എന്നുള്ള ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. സ്റ്റാറ്റിക് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ ഞാൻ സ്റ്റാറ്റിക്. ഇത് റിയൽ ടൈം ബേസിസ്.
ഓക്കെ, യെസ്, അതിലേക്ക് വരാം. യെസ് യെസ് യെസ്. നൗ ലിസൺ, വാട്ട് ഹാപ്പൻസ് ഇഫ് കേസ് 2. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നടത്താം. കേസ് 2 അപ്പഴേ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ സ്ലൈഡിൽ തന്നെ ഇങ്ങനെ വെക്കാൻ തീരുമാനിച്ചത്. ഞാൻ മുന്നത്തെ ഒരു ക്ലാസ് ചെയ്തപ്പോൾ, ഫൈനലിൽ ചെയ്തപ്പോൾ രണ്ട് വേറെ ചെയ്തു. അപ്പൊ ക്ലാരിറ്റി കുട്ടികൾക്ക് കിട്ടുന്നില്ല. അത്ര ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു സ്ലൈഡിൽ തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കേസ് 2, ടെൽ മീ സമീർ ഞാൻ മേടിച്ച 15th ജൂലൈക്ക് മേടിച്ച ഇൻവോയ്സ് ഇല്ലേ, സമീർ ഫയൽ ചെയ്യുന്നത് ടെൽ മീ 15th ഓഗസ്റ്റിനെ വെച്ചോളൂ. എന്താ പ്രശ്നം? ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ടെൽ മീ. 13th കഴിഞ്ഞു. 13th കഴിഞ്ഞില്ലേ? ആഫ്റ്റർ ഡ്യൂ ഡേറ്റിലെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ 2A അപ്ഡേറ്റ് ആവാൻ പറയും. അങ്ങനെ പറയും. എന്റെ 2A ഏത് ദിവസം നോക്കിയാൽ കാണാൻ പറ്റും? റിയൽ ടൈം അല്ലേ? അയാളുടെ മെസ്സേജ് അയച്ചു ഞാൻ അപ്പൊ തന്നെ ഇൻവോയ്സ് കിട്ടില്ലേ? 15th ഓഗസ്റ്റ്. ഇത് പക്കല്ലേ? 15th ഓഗസ്റ്റ്. അപ്പോഴേക്കും ടെൽ മീ എന്റെ ജൂലൈത്തെ ശ്രദ്ധിക്കുക, ജൂലൈത്തെ 2B ജനറേറ്റ് ആയി കഴിഞ്ഞില്ലേ? ജൂലൈത്തെ 2B എപ്പോഴത്തേനും ജനറേറ്റ് ആയി കഴിഞ്ഞു? ജൂലൈത്തെ 2B ഓൾറെഡി എപ്പോ ജനറേറ്റ് ആയി കഴിഞ്ഞു? 14th ജനറേറ്റ് ആയി കഴിഞ്ഞു. അത് കട്ട് ഓഫ് ഡേറ്റ് നടത്തും. അത് കട്ട് ഓഫ് ഇനി അടുത്ത മാസം വന്നാ പറയുന്നത്, മനസ്സിലായോ? അത് കഴിഞ്ഞില്ലേ? 14ാം തീയതി കഴിഞ്ഞ ശേഷം, പിന്നെ 13ാം തീയതി കഴിഞ്ഞ ശേഷം, പിന്നെ അടുത്ത മാസം വന്നാ പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഇസ് ടെൽ മീ, ഇത് എന്റെ 2Bയിൽ എപ്പോഴേ വരുള്ളൂ? ഏത് മാസമേ വരുള്ളൂ? അടുത്ത മാസത്തേക്ക് കിട്ടുന്ന അർത്ഥം. കറക്റ്റ് അല്ലേ? 14th സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുന്ന 2Bയിലേക്ക് കിട്ടുന്ന അർത്ഥം. 14th സെപ്റ്റംബറിൽ ഫയൽ ചെയ്യുന്ന 14th സെപ്റ്റംബറിൽ ജനറേറ്റ് ആവുന്ന സിസ്റ്റം ജനറേറ്റ് ആവുന്ന ഫയൽ അല്ല, സിസ്റ്റം ജനറേറ്റ് ആവുന്ന 2Bയിൽ അടുത്ത മാസത്തേക്ക് കിട്ടുന്ന അർത്ഥം. അത് ഓഗസ്റ്റിനെ ക്രെഡിറ്റ് ആവുന്ന അർത്ഥം. സോ ടെൽ മീ ഏത് മാസം എനിക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ? പറയൂ, ഏത് മാസം എനിക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ? അപ്പൊ ആലോചിച്ചു ഓഗസ്റ്റിൽ. സോ ആലോചിച്ചു ജൂലൈയിൽ എന്റെ ഔട്ട്പുട്ട് ടാക്സ് കമോൺ ടെൽ മീ വൺസ് അഗൈൻ. ജൂലൈത്തെ ഔട്ട്പുട്ട് ടാക്സ് എത്രയുണ്ട്? എന്റെ 10,000. ജൂലൈയിൽ മേടിച്ച ഇൻവോയ്സ് ഉണ്ടല്ലോ 6,000 രൂപയുടെ, വല്ല കാര്യമുണ്ടോ? ജൂലൈത്തെ ഒരു ഇൻവോയ്സ് എന്റെ കയ്യിൽ അതിന്റെ ക്രെഡിറ്റ് കിട്ടൂ? ഇല്ല. അപ്പൊ ഞാൻ 10,000 രൂപ അടയ്ക്കണ്ടേ? 10,000 രൂപ അടയ്ക്കണം. അടുത്ത മാസം എന്തായിരിക്കും അവസ്ഥ? കാരണം എന്റെ ജൂലൈത്തെ 2Bയിൽ ശ്രദ്ധിക്കുക, ജൂലൈത്തെ 2B എപ്പോഴാണ് വരിക? ജൂലൈത്തെ 2B എപ്പോഴാണ് വരിക? 14th ഓഗസ്റ്റ് അല്ലേ? 14th ഓഗസ്റ്റിന് 2Bയിൽ ടെൽ മീ വാട്ട് വിൽ ബി ദ ഡാറ്റ? നില്ലായിരിക്കില്ലേ? മനസ്സിലാണോ? 14th ഓഗസ്റ്റിന് ജനറേറ്റ് ആവുന്ന 2Bയിൽ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റ നില്ലായിരിക്കില്ലേ? ഫൈൻ. ടെൽ മീ ഓഗസ്റ്റിൽ എന്റെ ഔട്ട്പുട്ട് ടാക്സ് 8,500 വെച്ചോളൂ. കമോൺ, എന്താവും? ഓഗസ്റ്റിൽ എന്റെ ഔട്ട്പുട്ട് ടാക്സ് 8,500. അപ്പൊ ഓഗസ്റ്റ് ഞാൻ എപ്പോഴാണ് ഫയൽ ചെയ്യുക? സെപ്റ്റംബറിൽ ഫയൽ ചെയ്യാം. സെപ്റ്റംബർ 20ാം തീയതി ഫയൽ ചെയ്യുന്ന സമയത്ത് ടെൽ മീ, അപ്പൊ സെപ്റ്റംബർ 14 2Bയിൽ ഒന്ന് പൈസ എടുക്കുന്നുണ്ട്. അപ്പൊ സെപ്റ്റംബർ 14 2Bയിൽ ഒന്ന് കിടക്കുന്നില്ലേ? പൈസ എടുക്കുന്നില്ലേ? യെസ്. ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഓഗസ്റ്റിൽ ടാക്സ് ഞാൻ ജൂലൈയിൽ പേ ചെയ്യും, ഓഗസ്റ്റിൽ ടാക്സ് ഞാൻ സെപ്റ്റംബറിൽ പേ ചെയ്യുമ്പോൾ എനിക്കിത് ഈ 6,000 രൂപ ബെനിഫിറ്റ് കിട്ടുന്ന. സോ ഈ സ്ലൈഡിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക, വാട്ട് ഹാപ്പൻ ഡ്യൂ ഡേറ്റ് വൈകി കഴിഞ്ഞാൽ ഒരു മാസം തള്ളി പോകുന്നില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ബേസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്യാം. ഒരു ഡ്യൂ ഡേറ്റ് IFF അല്ലെങ്കിൽ ഫയൽ ചെയ്യുന്നതിന് ഡ്യൂ ഡേറ്റ് മാറി കഴിഞ്ഞാൽ ഒരു മാസം അത്രേ ഉള്ളൂ. നമ്മൾ ഈ 15th ഓഗസ്റ്റ് അടുത്ത മാസത്തേക്ക് വീണ്ടും ഒരു മാസം വൈകുന്നതാണ്. അങ്ങനെ ആ ലോജിക്ക് ക്ലിയർ ആയോ? യെസ്. സോ ക്ലിയർ. ലിസൺ വൺസ് അഗൈൻ, എന്റെ ചോദ്യം ശ്രദ്ധിക്കാം. ഞാൻ മേടിക്കുന്ന സപ്ലൈസ് എല്ലാവരും IFF ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനകത്താണെങ്കിൽ എന്റെ ക്രെഡിറ്റ് ഫുൾ ആ മാസം തന്നെ കിട്ടൂലേ? സോ എന്റെ സപ്ലൈസ് എല്ലാവരും IFF പ്രോപ്പറായി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2Aയും 2Bയും സെയിം ആയിരിക്കും ഇല്ലയോ? കമൺ പറയൂ. 2Aയും 2Bയും സെയിം ആയിരിക്കും ലെസ് ഓർണം? അവർ 1 മുതൽ 13 തീയതി ഫയൽ ചെയ്തു, 14ാം തീയതി ഗവൺമെന്റ് ഇതെല്ലാം ക്യാപ്ചർ ചെയ്തു, 13 വരെക്കുള്ള എല്ലാം ക്യാപ്ചർ ചെയ്തു. അപ്പൊ 2A ആൻഡ് 2B വിൽ ബി സെയിം യെസ് ഓർണം? സെയിം.
കുറച്ച് പേര് ടൈമിൽ ചെയ്തു, കുറച്ച് പേര് വൈകി. ടെൽ മീ. അങ്ങനെയാണെങ്കിൽ 2A-യും 2B-യും സെയിം ആയിരിക്കും, കുറവായിരിക്കും? 10 സപ്ലയേഴ്സിൽ 6 പേര് ഡ്യൂ ഡേറ്റിനുള്ളിൽ, 4 പേര് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ടെൽ മീ, ഇത് മൊത്തം 2A വരൂല്ലേ? സ്വർണ്ണം അപ്ലോഡിങ് സമയത്ത് റിയൽ ടൈം 2A വരില്ലേ സ്വർണ്ണം? യെസ്. പക്ഷെ 2B ഫോർ ദ മന്ത് ഇല്ലേ? ഫോർ എക്സാമ്പിൾ ഇത് ജൂലൈ ആണെങ്കിൽ ജൂലൈത്തെ 2Bയിൽ എത്ര മാത്രമേ വരുള്ളൂ പറയും? 6 സപ്ലൈസ് മാത്രമേ വരുള്ളൂ അല്ലെ? യെസ്. സോ എപ്പോഴും ആലോചിച്ചു, ഇത് ഇതിനെക്കാട്ടി കുറവായിരിക്കും കൂടുതലായിരിക്കും? എപ്പോഴും 2A വെച്ച് നോക്കുമ്പോൾ 2B കുറവ് തന്നെ ആയിരിക്കും നോർമലി. യെസ്. ഗവൺമെന്റ് ശ്രദ്ധിക്കുക, ഗവൺമെന്റ് ഇപ്പോ ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ എമൗണ്ടാ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ഏത് എമൗണ്ടാ ക്ലെയിം ചെയ്യാൻ പറ്റുക? 2A ആണോ 2B ആണോ ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? 2B ക്രെഡിറ്റ് കൊടുക്കുന്നു. Yes, I hope it is clear. Okay. I hope it is clear. Yes. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് വരും. കറക്റ്റ്. അവിടെ 2A മാത്രമേ ഷെയർ നല്ല പ്രശ്നം. അവിടെ 2Aയുടെ മാത്രം നോക്കൂ. യെസ്. എന്നെ ചോദിച്ചു ശ്രദ്ധിക്കാം, ഞാൻ തന്ന PDF ഇല്ലേ? ആ PDF-ൽ ആ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1 ഇല്ലേ? അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇല്ലേ? അതൊന്ന് വായിച്ചു വെച്ച് നോക്കുക, എന്താ സംഭവം മനസ്സിലാക്കാൻ. അപ്പൊ ചെയ്യില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും വായിച്ചു നോക്കിയിട്ട് ഇതേപോലത്തെ കൺസെപ്റ്റില് ഈ ചാർട്ട് സാധനം ഈ എക്സാമിന് ഇങ്ങനെ ചാർട്ട് വരച്ച് വെക്കല്ലേ ചെയ്യേണ്ടത്, താഴ്ത്തി എഴുതി പോകണമെന്ന് അറിയാലോ. ചാർട്ട് വരച്ച് വെക്കില്ല ചെയ്യേണ്ടത്, താഴ്ത്തി നോട്ടായിട്ട് എഴുതി പോകണമെന്ന് അറിയാലോ അല്ലെ? ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഇതേ നോട്ട് നിങ്ങൾക്ക് ഞാൻ തന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, PDF തന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, അത് ട്രൈ ചെയ്യാം എല്ലാവരും. ചെയ്യില്ലേ? ഓക്കെ. സോ വിൽ സ്റ്റാർട്ട് ഇൻ ഒരു 15 മിനിറ്റ്സ് ഉണ്ടാവും. ഒരു 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മീറ്റിംഗ് ഉണ്ട്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനുണ്ട് എനിക്ക് 4 മണിക്കുള്ളത്. ഒരു 15 മിനിറ്റ് തല കാണിച്ചിട്ട് വരും. ഓക്കെ. സോ 15 മിനിറ്റ്സ് വിൽ സ്റ്റാർട്ട്. ഓക്കെ. ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. എല്ലാവരും എത്തിയല്ലോ അല്ലേ? യെസ്. സോ ടെൽ മീ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. യെസ്. സോ ടെൽ മീ, ഇവിടെ നൗഫൽ എന്നുള്ള വ്യക്തി, ആൾക്ക് ITC കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം അല്ലെ? നൗഫൽ എന്നുള്ള വ്യക്തി ഹിസ് പർച്ചേസിംഗ് ഫ്രം UDP ലിമിറ്റഡ് 3000 രൂപ, 3 ലക്ഷത്തിന്റെ 12% ITC അല്ലെ? 36,000 ITC അല്ലെ? കറക്റ്റ് അല്ലെ? 36,000 ITC എമൗണ്ട് അല്ലെ? യെസ്. ഇതില് ഈ UDP ഇല്ലേ, ഫോളോസ് QRMP നടത്തും അല്ലെ? QRMP ഫോളോ ചെയ്യുന്നു അല്ലെ? ഏതാണ് സെയിൽസിന്റെ ഡേറ്റ്? ഇൻവോയ്സ് ഡേറ്റ് 28/8/21. So tell me, the supply relates to which month? 28/8 വരുമ്പോൾ സപ്ലൈ റിലേറ്റ്സ് ടു ഓഗസ്റ്റ് അല്ലെ? ഓഗസ്റ്റത്തെ IFF എപ്പോ ഫയൽ ചെയ്യാം? IFF ഓപ്ഷനിലാണ്. എപ്പോഴാണ് ഡ്യൂ ഡേറ്റ്? 13th September 09 അല്ലെ? ഡേറ്റ് ഓഫ് ഫയലിംഗ് എപ്പോൾ ഫയൽ ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് ഫയലിംഗ് എപ്പോൾ ഫയൽ ചെയ്യുന്നുണ്ട്? 12/9 ഫയൽ ചെയ്യുന്നുണ്ട്. 12/9 ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെൽ മീ, നിങ്ങൾക്ക് ഞാൻ പറയാം, താഴത്തെ നോട്ട് ചെയ്ത് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ടെൽ മീ, റിഫ്ലക്റ്റഡ് ഇൻ 2A ഓൺ ഏത് ഡൂസ് ആയിരിക്കും? ഓഫ് നൗഫൽ.
നൗഫലിന്റെ 2A എന്ന് റിഫ്ലക്ട് ആവും പറയൂ? റിയൽ ടൈം ബേസിസ് പറയൂ, എപ്പോ റിഫ്ലക്ട് ആവും? 12/9 റിഫ്ലക്ട് ആവില്ലേ? 12/9 റിഫ്ലക്ട് ആവും. Yes or no? 12/9. And reflected in 2B എപ്പോ റിഫ്ലക്ട് ആവും 2B? 2B is a static document. Yes or no? IFFന്റെ ടൈം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ജനറേറ്റ് ആവുന്ന അർത്ഥം. എപ്പോഴാണ് ജനറേറ്റ് ആവുക? 14 സെപ്റ്റംബർ. റിഫ്ലക്റ്റഡ് ഇൻ 2B എത്ര? 36,000 ITC ഇല്ലേ? ഇവിടെ 36,000 ITC. Yes or no? Yes. അങ്ങനെയാണെങ്കിൽ വെദർ യു ക്യാൻ യൂട്ടിലൈസ് ദിസ് ക്രെഡിറ്റ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് ഇല്ലേ? ഓഗസ്റ്റിലെ ക്രെഡിറ്റ് ഇല്ലേ? വെദർ യു ക്യാൻ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലെ ക്രെഡിറ്റ് ആണല്ലോ അല്ലെ? ITC എലിജിബിൾ ഫോർ ദ മന്ത് ഓഫ് ഏത് മന്തിൽ തന്നെ ക്രെഡിറ്റ് കിട്ടും? ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ? അത് ഏത് മാസത്തെ ക്രെഡിറ്റ് ഇല്ലേ? സെപ്റ്റംബറിൽ ടാക്സ് അടയ്ക്കുന്നു, പക്ഷെ ഓഗസ്റ്റ് മാസം ക്രെഡിറ്റ് അല്ലേ? ITC എലിജിബിൾ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് അല്ലെ? ITC എലിജിബിൾ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. സോ ഓഗസ്റ്റിൽ ഫോർ എക്സാമ്പിൾ ഔട്ട്പുട്ട് ടാക്സ് 40,000 തന്നിട്ടുണ്ടെങ്കിൽ കമൺ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. ഓഗസ്റ്റിൽ ഔട്ട്പുട്ട് ടാക്സ് 40,000 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 2B ഈ പൈസ ഉള്ളത് കൊണ്ട് 40 ഉണ്ടെങ്കിൽ 40 36 മൈനസ് ചെയ്ത് 4,000 അടച്ചാൽ പോരെ? Yes or no? Yes. രണ്ടാം സിനാരിയോ, what happens if it is filed on 18/9? Come on, tell me. IFF 18/9/21 നിങ്ങൾ എഴുതേണ്ടത് നൗഫൽ എന്നുള്ള വ്യക്തിയുടെ 2A എപ്പോൾ റിഫ്ലക്ട് ആവും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നൗഫൽ എന്നുള്ള വ്യക്തിയുടെ 2A എപ്പോഴും റിഫ്ലക്ട് ആവും? 18/9 തന്നെ. 18/9 റിയൽ ടൈം ബേസിസ്. ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നു, അവിടെ റിസീവ് ചെയ്യുന്നു, അങ്ങനെ കണക്കാക്കിയാൽ മതി. 18/9/21 വരും. അങ്ങനെയാണെങ്കിൽ 2A ഓഫ് ഓഗസ്റ്റ് എപ്പോഴാണ് വരിക? സോറി 2A 2B ഓഫ് ഓഗസ്റ്റ് എപ്പോഴാണ് ജനറേറ്റ് ആവുക പറയും? ഓഗസ്റ്റിലെ 2B എപ്പോഴാണ് ജനറേറ്റ് ആവുക? ഓഗസ്റ്റിലെ 2B ഓഗസ്റ്റിലെ 14 സെപ്റ്റംബർ അല്ലേ? 14 സെപ്റ്റംബറിൽ ജനറേറ്റഡ്. ടു ബി ഓഗസ്റ്റിൽ വെദർ ദിസ് എമൗണ്ട് വിൽ ബി ദർ ഉണ്ടാവും? 36,000 ഉണ്ടാവും? ഇല്ല. ഇത് എപ്പോഴത്തേക്ക് പോകും? 2B ഓഫ് സെപ്റ്റംബർ എപ്പോഴാണ് വരിക? 14th ഒക്ടോബറിലെ. ഈ 14th ഒക്ടോബറിലാണ് ജനറേറ്റ് ചെയ്യുന്ന 2B ഉണ്ടാവില്ലേ? അവിടെയാണ് ജനറേറ്റ് കിട്ടുക എന്നർത്ഥം. 14th ഒക്ടോബർക്ക് പോകുന്നർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ ടെൽമി ഏത് മാസം ക്രെഡിറ്റ് കിട്ടുള്ളൂ? സെപ്റ്റംബർ 2B വന്നു കഴിഞ്ഞാൽ ടെൽമി ഏത് മാസം ക്രെഡിറ്റ് കിട്ടും? സെപ്റ്റംബറിൽ കിട്ടില്ലേ? സെപ്റ്റംബറിലെ ടാക്സ് ഒക്ടോബറിൽ അടയ്ക്കാൻ കിട്ടില്ലേ? Yes or no? സോ ഒരു ക്വസ്റ്റ്യനിലൂടെ ഐ തിങ്ക് സ്റ്റുഡൻസ് ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ. കാര്യങ്ങൾ മനസ്സിലാവില്ലേ? ക്വസ്റ്റ്യനിലൂടെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവില്ലേ? അപ്പൊ ടെൽ മീ 2A ഓഫ് ഓഗസ്റ്റ് എത്ര പറയും ഇവിടെ? ഒന്നുകൂടി പറയാം. ഓഗസ്റ്റിൽ കിട്ടില്ല എന്നർത്ഥം. ഓഗസ്റ്റിൽ ITC കിട്ടില്ല, അതാണ് കൺക്ലൂഷൻ. സോ ടെൽ മീ ഓഗസ്റ്റിൽ ഈ പൈസ 2A ഉണ്ടോ ഇല്ലേ? സോറി 36,000 ഓഗസ്റ്റിൽ 2A ഉണ്ടോ? ഉണ്ടല്ലോ സാർ. കാരണം 2A 18/9 വന്നില്ലേ? സോറി ഓഗസ്റ്റ് അല്ല സെപ്റ്റംബറിൽ. സോറി ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ. ഓഗസ്റ്റിന്റെ 2A എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ ജനറേറ്റ് ആവുന്ന 2A അല്ലെ? സെപ്റ്റംബർ ജനറേറ്റ് ആവുന്ന 2A 18 സെപ്റ്റംബർ ഈ സാധനം ഉണ്ടല്ലോ അല്ലെ? ഓഗസ്റ്റിലെ 2A എന്ന് പറയുമ്പോൾ സെപ്റ്റംബറിൽ ജനറേറ്റ് ആവും. ആ ജനറേറ്റ് ചെയ്യുന്ന സാധനത്തിൽ ഇതുണ്ട്. പക്ഷെ 2B ഇല്ലാത്തത് കൊണ്ട് ഓഗസ്റ്റിന്റെ 2B പറയുമ്പോൾ 14 സെപ്റ്റംബറിന്റെ അകത്ത് വരാത്തത് കൊണ്ട് ഓഗസ്റ്റിൽ ക്രെഡിറ്റ് കിട്ടില്ല. അത്രേ ഉള്ളൂ. 14 സെപ്റ്റംബറത്തെ 2B ഇല്ലാത്തതുകൊണ്ട് ആ മാസം ക്രെഡിറ്റ് കിട്ടില്ല എന്നർത്ഥം. അടുത്ത മാസത്തേക്ക് പോകുന്ന അർത്ഥം. ക്ലിയർ ഓൾ ഓഫ് യു? സെറ്റ് അല്ലേ? ക്ലിയർ?
യെസ്, വെരി ഗുഡ്. ഡബിൾ സെറ്റ്. ഓക്കെ, സന്തോഷം. സോ ഈ ഒരു കൺസെപ്റ്റ്, അതെ അതെ, കറക്റ്റ്. നൗ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലല്ലേ? ഇനി മന്ത്ലി ടാക്സ് പേയ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2 ഇല്ലേ, അതിന്റെ കൺസെപ്റ്റ് കൂടെ നമുക്ക് നോക്കാം. ലിസൺ, മന്ത്ലി പേയ്മെന്റ് ഓഫ് ടാക്സ് അണ്ടർ QRMP ഫോളോ ചെയ്യാം. മന്ത്ലി പേയ്മെന്റ് ഓഫ് ടാക്സ് അണ്ടർ QRMP ഗവൺമെന്റ് 2 ഓപ്ഷൻ കൊടുത്തു നടത്താം. ഫോർ എക്സാമ്പിൾ, സമീഹ് ഈ QRMP സ്കീം എടുത്തിട്ടുണ്ടെങ്കിൽ സമീഹിന് ഫിക്സഡ് സം മെത്തേഡ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം, സെൽഫ് അസസ്മെന്റ് മെത്തേഡ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം. ഇത് ഓർ കണ്ടീഷൻ നടത്താം, ഏതെങ്കിലും ഒന്നും എടുക്കാം. ഓർ ആണ്, ഫിക്സഡ് സം അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്. ഇത് എന്താ ഇതിന്റെ വ്യത്യാസം, കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ ആണോ? ക്ലിയർ? എഴുതിയോ? യെസ്. ടാക്സ് അടയ്ക്കാനുള്ള ഫോമിന്റെ പേര് ശ്രദ്ധിക്കാം. മന്ത്ലി ടാക്സ് അടയ്ക്കാനുള്ള ഫോമിന്റെ പേര് PMT-06 എന്നുള്ള ഫോമിലൂടെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. PMT-09 ഓർമ്മയുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ടാക്സ് എന്നുള്ള കോളത്തിൽ തെറ്റിപ്പോയി, പെനാൽറ്റിക്ക് മാറി, അത് PMT-09 ഓർമ്മയില്ലേ? PMT-06ലൂടെയാണ് നമ്മൾ മന്ത്ലി ടാക്സ് അടയ്ക്കാൻ നടത്തുന്നത്, പേയ്മെന്റ് ചെയ്യുന്നത്. എപ്പോഴും അടയ്ക്കേണ്ട ഡേറ്റ് നോക്കൂ, 25th. ശ്രദ്ധിക്കാം, ഈ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാരില്ലേ, 25-ാം തീയതി അടച്ചാൽ നടത്താം. സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്ന 20-ാം തീയതി അടയ്ക്കണം, 20-ാം തീയതി അടയ്ക്കുന്നല്ലേ. QRMP സ്കീമുള്ള ആൾക്ക് നോർമലി 25-ാം തീയതി അടച്ചാൽ നടത്താം. ഓക്കെ, സോ ടെൽ മീ, ഏപ്രിലത്തെ പറയൂ, IFF ഫയൽ ചെയ്യേണ്ട ടൈം എപ്പോഴാണ്? ഏപ്രിലത്തെ IFF ഫയൽ ചെയ്യുന്ന ടൈം എപ്പോഴാണ്? 13th May അല്ലേ? പറയൂ, 13th May. ഏപ്രിലത്തെ ടാക്സ് അല്ലേ, ഏപ്രിലത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കണം? ഏപ്രിലത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കണം? 25th May. 25th May. QRMP ഉള്ളവർ കേട്ടോ. ബാക്കിയുള്ള 20-ാം തീയതി അല്ലേ, അതൊരു പഴയ 20-ാം തീയതി നടത്താം. ക്ലിയർ അല്ലേ? യെസ്. ലിസൺ, ഇനി എത്രയാണ് അടയ്ക്കേണ്ടതില്ലേ? ഫിക്സഡ് സം മെത്തേഡില്ലേ, ഫിക്സഡ് സം മെത്തേഡിൽ എത്ര അടയ്ക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നിങ്ങൾ ഫിക്സഡ് സം മെത്തേഡിൽ എത്ര അടയ്ക്കേണ്ടത് വെച്ചാൽ ഗവൺമെന്റ് കണക്കാക്കുന്ന ഒരു സിമ്പിൾ ലോജിക് ആണ്. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ മെയ് ജൂണിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൊത്തത്തിൽ ഒരു 10,000 rupees IGST ഇത്രയാണ് നിങ്ങൾ മൊത്തം അടച്ചു വെച്ചോ. ഏപ്രിൽ മെയ് ജൂണിൽ മൊത്തം ടാക്സ് അടച്ചിട്ടാ 3 മാസം കൂടെ 3 months ടോട്ടൽ 3 മാസം കൂടെ ടോട്ടൽ 10,000 rupees ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജൂലൈത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കാൻ പറയൂ? ജൂലൈത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കാം? ഓഗസ്റ്റ് 25-നല്ലേ? ഓഗസ്റ്റ് 25-ന് എത്ര അടയ്ക്കണം വെച്ച് കഴിഞ്ഞാൽ, ലിസൺ, ഈ പറഞ്ഞ അടച്ചതിന്റെ 35%. അത് ഫിക്സ്ഡ് എന്നർത്ഥം. അത് നമ്മൾ സാധാരണ 1/3 പറയുമ്പോൾ 33.33 അല്ലേ, ഗവൺമെന്റ് അതിനെ 35 ആക്കി. ഓക്കെ, കഴിഞ്ഞ ക്വാർട്ടറത്തെ ലയബിലിറ്റി ആയിരിക്കും ഈ ക്വാർട്ടറിലും എന്ന് കണക്കാക്കണം. അപ്പൊ ആദ്യത്തെ ക്വാർട്ടറിൽ ടെൽ മീ, മന്ത് 1 ഇല്ലേ, ജൂലൈ, ഓഗസ്റ്റ് 25-നില്ലേ 35,500. പിന്നെ 3,500 എപ്പോൾ അടയ്ക്കണം? മനസ്സിലായോ? 35 അടച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. സോ M1 35% അടയ്ക്കാം. ഏത്? കഴിഞ്ഞ ക്വാർട്ടർ ടാക്സ് അടച്ചതിന്റെ 35% അടയ്ക്കാം. M2 ഉണ്ടാവില്ലേ, അടുത്ത മാസം ഉണ്ടാവില്ലേ, അതിലും 35% അടയ്ക്കാം. M3-ല് ടെൽമി നമ്മൾ GST 3B ഫയൽ ഇല്ലേ, സ്വർണ്ണം, 3-ാമത്തെ മാസം നമ്മൾ GST 3B അല്ലേ ഫയൽ ചെയ്യാം. അതിൽ ടോട്ടൽ ലയബിലിറ്റി എടുക്കുക, അതിന്ന് ഈ 35 കുറച്ചിട്ട് ബാക്കി പൈസ അടയ്ക്കാൻ പറ്റും. ഓൾറെഡി എത്ര അടച്ചിട്ടുണ്ടാവും? 70% അടച്ചിട്ടുണ്ടാവില്ലേ? ആദ്യത്തെ മാസം 35, രണ്ടാമത്തെ മാസം 35% അടച്ചിട്ടുണ്ടാവില്ലേ? അതെ. ബാക്കി നമ്മൾ ശരിക്കും ലയബിലിറ്റിയെ കണക്കാക്കിയിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്. സോ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏത് നോക്കണം? പ്രീവിയസ് ഇയർ ക്വാർട്ടർലി. യെസ്, എനിക്ക് വരാം. സോ ഇവിടെ ഉദ്ദേശിക്കുന്ന പോയിന്റ് തരുള്ളൂ, പ്രീവിയസ് ഇയർ ക്വാർട്ടറിന്റെ ടോട്ടൽ ലയബിലിറ്റി എടുക്കാം. അതെ,
പ്രീവിയസ് ഇയർ ക്വാർട്ടറിന്റെ ടോട്ടൽ ടാക്സ് അടച്ചതിന്റെ 35% വെച്ചിട്ട് ഈ മാസങ്ങളിൽ അടച്ചു പോകുന്നതാണ്, ആദ്യത്തെ 2 മാസങ്ങളിലും. ക്ലിയർ? സോ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് എടുക്കാം, എക്സാമ്പിൾ എടുക്കാം. ടെൽ മീ. അതിലേക്ക് വരാം. ജാനുവരിയിൽ QRMP ടാക്സ് എപ്പോൾ അടയ്ക്കണം? ജാനുവരിയിൽ QRMP ആണെങ്കിൽ ടാക്സ് അടയ്ക്കണം 25th ഫെബ്രുവരി അല്ലേ? 25th ഫെബ്രുവരി. നിങ്ങൾ ഫിക്സഡ് സം മെത്തേഡാണ് എടുത്തിരിക്കുന്നെങ്കിൽ, ഫിക്സഡ് സം മെത്തേഡ് എടുത്ത വ്യക്തിയാണെങ്കിൽ എത്ര അടയ്ക്കാനാണ് പറയുന്നത്? 35% ഓഫ് ഏതാ? ടോട്ടൽ ടാക്സ് പെയ്ഡ് ഇൻ ലാസ്റ്റ് ക്വാർട്ടറിൽ. ലാസ്റ്റ് ക്വാർട്ടർ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ക്വാർട്ടർ ഏതാ? ഏത് ക്വാർട്ടർ ബേസ് ആയിട്ട് എടുക്കണം? ഏത് ക്വാർട്ടർ ബേസ് ആയിട്ട് എടുക്കണം? ഒക്ടോബർ നവംബർ ഡിസംബർ ഇല്ലടാ. ഒക്ടോബർ നവംബർ ഡിസംബറിൽ നിങ്ങൾ 80,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, കമോൺ, ഒക്ടോബർ നവംബർ ഡിസംബറിൽ 80,000 അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ഘട്ടങ്ങൾ അടയ്ക്കാൻ നടത്തും. അങ്ങനെയാണെങ്കിൽ ജാനുവരി M1 എത്ര ടാക്സ് അടയ്ക്കണം? 80,000ന്റെ 35% കണക്കാക്കിയിട്ട് എത്ര വരും? I'll just change the amount. Okay, ഈ എമൗണ്ട് മറ്റെവിടെയും ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടാണ്. I'll just change this amount to 1,45,000. ഓക്കെ, അതായിരിക്കും കുറച്ച് വന്നിട്ട്, കാരണം അപ്പുറത്തും ഇതേ എമൗണ്ട് ഉപയോഗിക്കേണ്ടി തോന്നും. ജാനുവരിയിൽ എത്ര അടയ്ക്കേണ്ടി വരും പറയൂ? ഈ കഴിഞ്ഞ ക്വാർട്ടറിന്റെ 35% ഇവിടെ വരുന്ന അർത്ഥം. എത്രയാ? 145യുടെ 35% എത്ര? 5750. 35% എവിടെയെങ്കിലും വരും? ഫെബ്രുവരിയില്ലേ? ഫെബ്രുവരിയിൽ M2 എത്ര അടയ്ക്കണം? മനസ്സിലായോ? മാർച്ചിലില്ലേ? മാർച്ച് അതല്ലേ M3. M3 ടെൽ മീ, നിങ്ങൾ മൊത്തം ലയബിലിറ്റി കണക്കാക്കില്ലേ? മൊത്തം നിങ്ങൾ ലയബിലിറ്റി കണക്കാക്കില്ലേ? യെസ്. മാർച്ചിൽ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് അല്ലേ? സോറി, ടോട്ടൽ GST പേയബിൾ. ടോട്ടൽ GST പേയബിൾ ഫോർ ദ ക്വാർട്ടർ ഇസ് 2 lakh വെച്ചോളൂ. 2 lakh. അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മൊത്തം 2 lakh അടയ്ക്കേണ്ടതുണ്ട് വെച്ചോളൂ. ആ 2 lakh അടയ്ക്കുന്നതിൽ എത്ര കുറയ്ക്കാം? M1 ആൻഡ് M2 ഓൾറെഡി എത്ര അടച്ചിട്ടുണ്ട് പറയൂ? 70%. 101,500 അടച്ചിട്ടില്ലേ? കറക്റ്റ്. ബാക്കി നമ്മൾ 3ാമത്തെ മാസം അടയ്ക്കുന്ന മാർച്ചിലെ ടാക്സ്. ഏപ്രിൽ GST ഫയൽ ചെയ്യില്ലേ? മാർച്ചിലത്തെ നമ്മൾ റിട്ടേൺ ഏപ്രിൽ ഫയൽ ചെയ്യില്ലേ? ഏപ്രിൽ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി എത്ര അടയ്ക്കണം? 98,500. 98,500. March the liability to be paid in April. മനസ്സിലായോ? യെസ്, ക്ലിയർ ആയോ? ശരി. അപ്പൊ നിങ്ങൾ ഈ 2 lakh ലയബിലിറ്റി ഇടാം. കാണിക്കാം. 2 lakh ലയബിലിറ്റി ഇല്ലേ? 2 lakh ലയബിലിറ്റീന് ശരിക്കും എത്ര അടയ്ക്കണ്ടേ? 2 lakh അല്ലേ? ഈ 2 lakh ലയബിലിറ്റീന് ഡിവൈഡ് ബൈ 3 അടിക്കും. ശരിക്കും വേണം 66 ഇല്ലേ? ശരിക്കും 66 ആണ് ഓരോ മാസം ലയബിലിറ്റി വെച്ചോളൂ. എക്സാമ്പിൾ, മനസ്സിലായോ? ശരിക്കും 66 ആണ് ഓരോ മാസം ലയബിലിറ്റി. പക്ഷെ നമ്മൾ എത്ര അടച്ചുള്ളൂ ഓരോ മാസം? ആദ്യത്തെ 2 മാസവും ശരിക്കും 66 അങ്ങനെ 2 lakh വെച്ചോളൂ. മനസ്സിലാവുണ്ടോ? ശരിക്കും 66 അങ്ങനെ വരേണ്ടതാണ് വെച്ചോളൂ. ശരിക്കും വരേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്ര അടച്ചിട്ടുള്ളൂ? 50, 75 അടച്ചുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ 35 അടച്ചുള്ളൂ. നമ്മൾ അടച്ചതിന് ഷോർട്ട് ഫോൾ ഉണ്ടോ ഇല്ലേ? സോണം മന്ത്ലി അടയ്ക്കുമ്പോൾ ചെറിയ ഷോർട്ട് ഫോൾ ഉണ്ടോ ഇല്ലേ? ശരിക്കും മന്ത്ലി അടച്ചു നോക്കുമ്പോൾ ചെറിയ ഷോർട്ട് ഫോൾ ഇല്ലേ? ആ ഷോർട്ട് ഫോളിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ശരിക്കും 66 അടയ്ക്കുന്നതിന് ഒരു 50,000 അടച്ചുള്ളൂ? ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടെന്നർത്ഥം. ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം. ഒന്നുമില്ല. സോ ടെൽ മീ വെദർ ദിസ് സ്കീം ഇസ് ബെനിഫിഷ്യൽ ഫോർ ദ പേഴ്സൺ ഓർ നോ? യെസ്. കഴിഞ്ഞ ക്വാർട്ടർ എടുക്കുക. ആ ക്വാർട്ടറിന്റെ അടച്ച ടാക്സിന്റെ 35% ആദ്യത്തെ 2 മാസം അടയ്ക്കാം. ആദ്യത്തെ മാസം എടുക്കുക, 2ാമത്തെ മാസം അടയ്ക്കാം. 3ാമത്തെ മാസം ടെൽ മീ. 3ാമത്തെ മാസം
ഈ മൊത്തം ലയബിലിറ്റി കണക്കാക്കിയിട്ട് ഒരു ക്വാർട്ടറിന്റെ ലയബിലിറ്റി കണക്കാക്കിയിട്ട് 2 മാസത്തെ മൈനസ് ചെയ്ത് ടാക്സ് അടയ്ക്കും. ഇൻട്രസ്റ്റ് അടയ്ക്കണോ? വേണ്ട. ഇൻട്രസ്റ്റ് അടയ്ക്കണോ? വേണ്ട. ക്ലിയർ? സോ ഈ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ്, ലിസൺ, ഫസ്റ്റ് കൺസെപ്റ്റ് കോൾഡ് ഫിക്സഡ് സം. ഓക്കെ, മനസ്സിലായോ? ഫിക്സഡ് സം മെത്തേഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതിലും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ഫാക്ടർ എന്താ? 35% ഓഫ് ടാക്സ്. ഇനി കഴിഞ്ഞ, ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ മന്ത്ലി ടാക്സ് അടയ്ക്കുന്ന ആളെ വെച്ചോ. ഏപ്രിൽ ഞങ്ങൾ എടുക്കാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഏപ്രിൽ, മെയ്, ജൂൺ ഇല്ലേ, നിങ്ങൾ ഫിനാൻഷ്യൽ ഇയറിൽ QRMP എടുത്തു വെച്ചോളൂ. പ്രീവിയസ് ഇയർ ടേൺ ഓവർ 3 crores ആയിരുന്നു, പക്ഷെ നിങ്ങൾ നോർമൽ ആയിരുന്നു വെച്ചോളൂ, നോർമൽ സ്കീം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ടെൽ മീ, മന്ത്ലി അടിച്ചിട്ടുണ്ടാവും ടാക്സ്, സോറി, മന്ത്ലി ആയിരിക്കും റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവുക, ക്വാർട്ടർലി ആയിരിക്കും? പ്രീവിയസ് ഇയർ ടേൺ ഓവർ മന്ത്ലി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ടാവില്ലേ, മന്ത്ലി അടച്ച ആൾക്കാരാണെങ്കിൽ, ഇത് ക്വാർട്ടർലി അല്ലല്ലോ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്വാർട്ടർലി അടച്ച ആൾക്കാരെന്നർത്ഥം, ക്വാർട്ടർലി അടച്ച ആൾക്കാരെന്നർത്ഥം. കഴിഞ്ഞ പ്രാവശ്യം മന്ത്ലി ഉള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ ഇമ്പോർട്ടന്റ്, ഈ മാർച്ചത്തെ മാത്രം ടാക്സ് അല്ലേ, അത് 100% എപ്പോൾ അടയ്ക്കണം? ഏപ്രിൽ അടയ്ക്കണം, മെയ്യിൽ അടയ്ക്കണം എന്നർത്ഥം. മനസ്സിലായോ? അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ മന്ത്ലി അടച്ച ആൾക്കാരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 60,000, 70,000, 80,000 പറയും. അങ്ങനെയാണെങ്കിൽ ഈ മാസം QRMP എടുത്തു കഴിഞ്ഞാൽ ഏത് മാസം മാത്രം നോക്കിയാൽ മതി? അടുത്ത സാമ്പത്തിക വർഷം QRMP എടുത്തു കഴിഞ്ഞാൽ ഏത് മാത്രം നോക്കിയാൽ മതി പറയും? മാർച്ചത്തെ മാത്രം. കാരണം കഴിഞ്ഞ വർഷം ക്വാർട്ടർ അല്ലല്ലോ, മാർച്ചത്തെ മാത്രം ഫുൾ പൈസ ഇല്ല. അപ്പൊ എത്ര അടയ്ക്കണം? തെൽമി. അങ്ങനെയാണെങ്കിൽ ഏപ്രിലത്തെ ടാക്സ് എത്ര അടയ്ക്കണം? 80,000 അടയ്ക്കണം. മെയ്ത്തെ ടാക്സ് എത്ര അടയ്ക്കണം? 80,000 അടയ്ക്കണം. മനസ്സിലായോ? പറ്റില്ല, അത് പറ്റില്ല. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഈ ഓപ്ഷൻ കിട്ടില്ല, ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഈ സ്കീം പറ്റില്ല. എന്റെ പേരിൽ സെൽഫ് അസസ്മെന്റ് തന്നെ പോകേണ്ടി വരും. സിസ്റ്റർ സമ്മതിക്കില്ല, സിസ്റ്റർ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റും. മനസ്സിലായോ? ഓൾറെഡി ഒരു ക്വാർട്ടർ കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഈ സ്കീം കൊടുക്കാൻ തുടങ്ങുള്ളൂ നടത്തും. യെസ്, സോ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഓൾ വിൽ സ്റ്റഡി. കുറച്ചും കൂടി എക്സാമ്പിൾസിലൂടെ ഞാൻ പറഞ്ഞുതരാം. യെസ്, സോ ഇതല്ലേ പേയ്മെന്റ് സ്ലൈഡ് ചോദിച്ചല്ലോ ഒരാൾ അല്ലേ? സോ ടെൽ മീ, ഇത് ക്വാർട്ടർലി ആയതുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ക്വാർട്ടർലി ആയതുകൊണ്ട് 10,000 35% അടയ്ക്കുന്ന കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ക്വാർട്ടർലി ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ക്വാർട്ടർലി ആയതുകൊണ്ട് നമുക്ക് 35% എടുത്തു നടത്തും. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ദിസ്? കമോൺ, മന്ത്ലി ഫയൽ ചെയ്യുന്ന ആളായിരുന്നെങ്കിലോ, കഴിഞ്ഞ വർഷം വരയ്ക്കും, കഴിഞ്ഞ ക്വാർട്ടർ വരയ്ക്കും മന്ത്ലി ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ടെൽ മീ എത്ര അടയ്ക്കണം? ആണോ? അല്ല. എത്ര വരും? ഒരു മിനിറ്റ്, അത് എഡിറ്റ് ചെയ്യാം, ജസ്റ്റ് എഡിറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ IGST ഫോർ ദ മന്ത് ഓഫ് ജൂലൈയിൽ 20,000 അടയ്ക്കണം, ഓഗസ്റ്റിലും 20,000 അടയ്ക്കണം. എസ് ഓർ നോ? ജൂലൈയിൽ 20,000 അടയ്ക്കണം, ഓഗസ്റ്റ് 20,000 അടയ്ക്കണം. യെസ്, സെറ്റ്. യെസ്, അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും കേട്ടോ, ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് ഡാറ്റ എടുക്കാൻ എളുപ്പം നടത്തും. യെസ്, ഇനി ഫിക്സഡ് സം അല്ല വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഫിക്സഡ് സം അല്ല. എനിക്ക് എല്ലാ മാസത്തെ ലയബിലിറ്റി അറിയാലോ. ഞാൻ ക്ലാസ് എടുത്തിട്ട് ഞാൻ ബില്ല് ചെയ്യുന്നതൊക്കെ എന്റെ ക്ലയൻസിനൊക്കെ ബില്ല് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് എനിക്ക് അറിയാലോ. ഫോർ എക്സാമ്പിൾ ഇതേതാ മാസം? നവംബർ അല്ലേ? നവംബറത്തെ എന്റെ ഔട്ട്പുട്ട് ടാക്സ് ഫോർ എക്സാമ്പിൾ 18,000 രൂപ എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാൻ വെച്ചോളൂ, കാരണം ഞാൻ ഇൻവോയ്സ് കൊടുത്തല്ലേ. നവംബർ വേണ്ട, കഴിഞ്ഞ മാസം എടുക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയി മനസ്സിലായല്ലോ. ഒക്ടോബറത്തെ ഔട്ട്പുട്ട് ടാക്സ് 18,000 എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാൻ വെച്ചോളൂ. ഒക്ടോബറത്തെ പർച്ചേസ് ഇൻപുട്ട് ടാക്സ് ഇല്ലേ, ഒക്ടോബറിൽ പർച്ചേസ് ചെയ്ത ഇൻപുട്ട് ടാക്സ് ഇല്ലേ,
2B ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര 2Aയിലും 2Bയിലും ഇത്ര ഇൻപുട്ട് ടാക്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഇൻപുട്ട് ടാക്സ് ഫോർ എക്സാമ്പിൾ 16,000 രൂപ വെച്ചോളൂ ഇൻപുട്ട് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ടാക്സ് അടക്കണം? 2,000. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് നടത്താം, സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് മെത്തേഡ്. ലിസൺ, ഞാന് സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസമില്ലേ, ശ്രദ്ധിക്കുക, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ ക്വാർട്ടർലി ചെയ്ത ആളെന്നെ വെച്ചോളൂ, QRMP. ഇവിടെ ഞാനൊരു 60,000 രൂപ ടാക്സ് അടച്ചിട്ട് വെച്ചോളൂ. 60,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിക്സഡ് സം മെത്തേഡ് എടുക്കുകയാണെങ്കിൽ എത്ര ശതമാനം അടയ്ക്കണം ഇവിടെ? പറയൂ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ എക്സാമ്പിൾ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ 60,000 അടച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് സം മെത്തേഡ് ആയിരുന്നെങ്കിൽ എത്ര അടയ്ക്കണം? 60,000. ഫിക്സഡ് സം മെത്തേഡ് ആണെങ്കിൽ കമോൺ, ക്വാർട്ടർലി ആണെങ്കിൽ പറയൂ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടർലി ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഇത് 60,000 ക്വാർട്ടർ ടാക്സ് അല്ലേ? 60,000ന്റെ 35% എത്ര? 21,000 അടയ്ക്കണം. ശരിക്കും എനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ടോ? അത്രയൊന്നും ലയബിലിറ്റി ഇല്ലല്ലോ. ഇല്ല. ശരിക്കും അങ്ങനെ അടയ്ക്കുന്നത് നഷ്ടമല്ലേ? പിന്നെ എനിക്ക് ക്യാഷ് അടച്ച് തിരിച്ച് റീഫണ്ട് മേടിക്കാൻ പോകണം. യെസ്. സോ ടെൽ മീ, നിങ്ങളുടെ ലയബിലിറ്റി എല്ലാ മാസവും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും വെച്ചോളൂ. സെയിൽസും നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സും ഏകദേശം സെയിം ആണെങ്കിൽ വിച്ച് സ്കീം ഇസ് ബെറ്റർ? എല്ലാ മാസവും ലയബിലിറ്റീസ് ഒക്കെ സെയിം ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, വലിയ വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കും പറഞ്ഞാൽ വിച്ച് സ്കീം ഇസ് ബെറ്റർ? അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. കാരണം വെച്ചാലേ കഴിഞ്ഞ മാസം ലയബിലിറ്റിയുടെ പകുതി 35 അടച്ചടച്ച് അങ്ങനെ പോകാൻ നടക്കും. ഒരുപാട് ഫ്ലക്ച്വേഷൻ വരില്ലേ? ചില ദിവസം ഈ ഇൻപുട്ട് കൂടും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് സെൽഫ് അസസ്മെന്റ് ഉപയോഗിക്കാൻ നടത്തും. ഒരു വ്യൂ ആണ്. ലിസൺ, എനിക്ക് തലമുണ്ടാക്കേണ്ട ആവശ്യം. ഓക്കെ, സോ ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഇനി ഞാൻ ഒരു കാര്യം കൂടി എടുക്കാം. ടെൽ മീ, നവംബർ മന്ത്, ലിസൺ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നവംബർ മന്ത് ഞാൻ സെൽഫ് അസസ്മെന്റ് മെത്തേഡ് എടുത്ത വ്യക്തി വെച്ചോളൂ. നവംബർ മന്ത് എന്റെ ഔട്ട്പുട്ട് ടാക്സ് 20,000, എന്റെ ഇൻപുട്ട് ടാക്സ്, ഞാൻ പുതിയൊരു ഐപാഡും മാക്ബുക്കും എടുത്ത് വെച്ചോളൂ, ഇരിക്കട്ടെ, 24,000. അപ്പൊ എന്താ അവസ്ഥ? സെൽഫ് അസസ്മെന്റ് മെത്തേഡിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അടയ്ക്കണം. പറയൂ. ഒന്നും അടയ്ക്കണ്ടേ? എക്സസ് 4,000 ഉണ്ടല്ലോ അല്ലെ? ഞാൻ ക്യാഷ് വല്ല അടയ്ക്കണം? പേയ്മെന്റ് വല്ലതും ചെയ്യണം? മന്ത്ലി പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടെന്നാണ്. എക്സസ് ക്രെഡിറ്റ് അല്ലേ? യെസ്. പക്ഷെ ഫിക്സഡ് സം മെത്തേഡ് എടുത്തിട്ടുണ്ടെങ്കിലോ? പറയൂ. ഫിക്സഡ് ആണ് എന്റെ ഓപ്ഷൻ എങ്കിൽ ടെൽ മീ എന്ത് ചെയ്യണമായിരുന്നു? ഫിക്സഡ് സം എടുത്തിരുന്നെങ്കിൽ പിന്നെ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് മാസം നോക്കുന്ന പരിപാടി ഇല്ലല്ലോ. ഈ 60,000ത്തിന് 35% ഇടാം, അടച്ചോണ്ടിരിക്കണ്ടേ? ഇല്ല, ഫിക്സ് എടുക്കുമ്പോൾ ITC ഒന്നും ഇല്ലാത്ത കഴിഞ്ഞ ക്വാർട്ടറിൽ എത്രയാണോ അടച്ച ടാക്സ്, ഈ കഴിഞ്ഞ പോലത്തെ ടാക്സ് അടയ്ക്കാൻ ITC കുറച്ച് ടാക്സ് ആയിരിക്കില്ലേ? കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര ടാക്സ് അടച്ചോ അതിന്റെ 35% ഈ പ്രാവശ്യം അടച്ചുകൊണ്ടിരിക്കാൻ നടത്തും. കഴിഞ്ഞ ക്വാർട്ടറത്തെ ടാക്സ് അടയ്ക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്വാർട്ടറത്തെ ടാക്സ് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, 1 lakh ഔട്ട്പുട്ട് ടാക്സും 40,000 ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്തിട്ടായിരിക്കുമല്ലോ 60. ഈ 60 എന്നുള്ളത് ഔട്ട്പുട്ട് ഇൻപുട്ട് മൈനസ് ചെയ്ത ഫിഗർ ആയിരിക്കില്ലേ? ആ ഫിഗറിന്റെ 35 ബാക്കി അടച്ചു പോകാൻ നടത്തും. ഓക്കെ, സോ ഒരു ധാരണ കിട്ടി വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാർട്ട് ഇനി മനസ്സിലാവും. നിങ്ങൾ ഈ ചാർട്ട് ഫോളോ ചെയ്താൽ മതി. ലിസൺ, പറ്റില്ല. ലിസൺ, സോ ഈ ചാർട്ട് ഇപ്പൊ മനസ്സിലാവും. ഫിക്സഡ് സം എക്സാമ്പിൾ എടുത്ത് വെച്ചോളൂ. സമയം ഫിക്സഡ് സം എന്നുള്ള മെത്തേഡ് ഇല്ലേ, ഒരു ക്വാർട്ടറിൽ എടുത്തിട്ട് വെച്ചോളൂ. ലിസൺ, സെൽഫ് അസസ്മെന്റ് ഫിക്സഡ് സം ആണെങ്കിൽ ടെൽ മീ M1 എത്ര ശതമാനം അടയ്ക്കണം? പറ്റും ഫാദിൽ, പറ്റും. M1 എത്ര അടയ്ക്കണം ഫിക്സഡ് സമ്മിലാണെങ്കിൽ? പറയൂ, എല്ലാവരും പറയും. 35% ഓഫ് വാട്ട് ടാക്സ്? ഔട്ട്പുട്ട് ടാക്സ് അല്ല, നെറ്റ് ടാക്സ് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് ടാക്സ് ഓഫ് പ്രീവിയസ് ക്വാർട്ടർ എടുക്കാം, അല്ലെങ്കിൽ മാസം എടുക്കാം അല്ലെ? ഏതാണോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫോളോ ചെയ്തനുസരിച്ച് പ്രീവിയസ് ക്വാർട്ടർ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം മന്ത്ലി അടച്ചാണെങ്കിൽ മന്ത് എടുക്കാൻ നടത്തും. സോ മന്ത് വരില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്, ക്വാർട്ടർ എന്നുള്ള കൺസെപ്റ്റ് ഇങ്ങനെ പോകാതിരിക്കും നല്ലത്. ഇപ്പൊ മനസ്സിലാക്കാൻ. മന്ത് ആണെങ്കിൽ പിന്നെ 100% എടുക്കണ്ടേ?
നമുക്ക് ചെയ്യാം. ക്വാർട്ടർലി ചെയ്യുന്ന ആൾക്കാരുടെ ലോജിക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് എളുപ്പം മനസ്സിലാക്കാൻ. യെസ്, ക്വാർട്ടർ. M2 എത്ര ചെയ്യണം പറയൂ? M2 എത്ര ചെയ്യണം? 35%. M3 കമോൺ എങ്ങനെ ചെയ്യാം? M3 എങ്ങനെ ചെയ്യാം? ടോട്ടൽ ടാക്സ് പേയബിൾ എടുക്കുക ഫോർ ദ ക്വാർട്ടർലി. മൊത്തം ടാക്സ് പേയബിൾ ഫോർ ദ ക്വാർട്ടർ എടുത്തിട്ട് എത്ര കുറയ്ക്കാം പറയൂ? M1ലും M2ലും പേ ചെയ്ത് മൈനസ് ചെയ്യാം, അത്രേ ഉള്ളൂ. യെസ്, ഇങ്ങനെ പേ ചെയ്യുമ്പോൾ ഷോർട്ട് ഫോൾ ഉണ്ടാവില്ലേ സ്വർണ്ണം? കുറച്ച് ഷോർട്ട് ഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് അടക്കില്ലേ? അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് വരും. ഇല്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, യെസ്. സെൽഫ് അസസ്മെന്റിലാണെങ്കിൽ പറയൂ എങ്ങനെ ചെയ്യണം? സെൽഫ് അസസ്മെന്റിൽ M1ലും M2ലും നമ്മൾ എങ്ങനെ ടാക്സ് അടയ്ക്കണം? ആദ്യത്തെ മാസവും രണ്ടാമത്തെ മാസവും എങ്ങനെ ടാക്സ് അടയ്ക്കാം? ഏത് കണക്കാക്കും? കുറച്ച് പണിയില്ലേ? കുറച്ച് പണിയുണ്ട്. എന്താ? നമ്മുടെ എല്ലാ ബില്ലും എടുത്തിട്ട് ഔട്ട്പുട്ട് ടാക്സ് കണക്കാക്കണം. അതിന് ജോഫർ എന്ത് ചെയ്യാം? നമ്മുടെ സെൽഫ് അസസ്മെന്റ് നമ്മൾ നോർമൽ ചെയ്യുന്ന ലോജിക് തന്നെ എന്താ ചെയ്യാം? ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ നമ്മൾ റഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിന് എന്ത് കുറയ്ക്കാം? ഇൻപുട്ട് ടാക്സ് കുറച്ചുകൂടെ? യെസ് ഓർ നോ? ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് എല്ലാം കുറച്ച ശേഷമുള്ള നെറ്റ് GST ഇല്ലേ? യെസ്, അതാണ് നമ്മൾ സെൽഫ് അസസ്ഡ് എമൗണ്ട് നമ്മൾ പറയുന്നത്. സെൽഫ് അസസ്ഡ് എമൗണ്ട് ഇത് അടയ്ക്കണ്ടേ? സെൽഫ് അസസ്ഡ് എമൗണ്ട് അടയ്ക്കണ്ടേ? യെസ്, അടയ്ക്കണം. M3 എല്ലാവർക്കും അറിയാലോ, ഓൾറെഡി അടച്ച ടാക്സ് കുറയ്ക്കല്ലേ? യെസ്, ഇവിടെ ഷോർട്ട് ഫോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസസ്മെന്റ് തെറ്റി വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ 18,000 കണക്കാക്കി 2,000 രൂപ അടച്ചു അല്ലെ? ഇത് ശരിക്കും 28,000 വെച്ചോളൂ, അറിയാണേ തെറ്റിപ്പോയി. അപ്പോഴോ ഒക്ടോബറത്തെ ഔട്ട്പുട്ട് ടാക്സ് ഞാൻ കൂട്ടിയപ്പോൾ 18,000 കൂട്ടി, എന്നിട്ട് 16 മൈനസ് 2,000 അടച്ചു. ശരിക്കും അത് 28 ആണെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ ഷോർട്ടില്ലേ? 10,000 രൂപ ഞാൻ അടയ്ക്കേണ്ടല്ലടാ. ശരിക്കും ഞാൻ അടയ്ക്കേണ്ടത് 16, 20, 12,000 അല്ലേ? 12,000 മനസ്സിലായി? ഒക്ടോബറത്തെ എന്റെ ലയബിലിറ്റി ഇല്ലേ ശരിക്കും 12,000 ആണ്, പക്ഷെ ഞാൻ കൂട്ടിയപ്പോൾ തെറ്റിപ്പോയിട്ട് 2,000 അയച്ചു. അങ്ങനെയാണെങ്കിൽ വെദർ ഐ എം ലയബിൾ ടു പേ ഇൻട്രസ്റ്റ്? കമോൺ, വെദർ ഐ എം ലയബിൾ ടു പേ ഇൻട്രസ്റ്റ്? യെസ് ഓർ നോ? യെസ്, ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഏത് ഡേറ്റ് മുതൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബറത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് 25th നവംബർ അല്ലേ? 25th നവംബറിന് 12,000 അടയ്ക്കേണ്ടായിരുന്നില്ലേ ഇയാള്? നമ്മൾ എത്ര അടച്ചുള്ളൂ? 2,000. സോ അങ്ങനെയാണെങ്കിൽ 26th നവംബറിലിടാം, അടുത്ത ഡേറ്റ് മുതൽ ടിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഇല്ലേ? എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. എത്ര ശതമാനം? 18% ഇൻട്രസ്റ്റ് ആണ്. 18% ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആണോ അല്ലേ എന്നുള്ള ചോദ്യം മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ എന്റെ അഭിപ്രായം. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ചാൻസ് കുറവായിരിക്കും, കാരണം ഫസ്റ്റ് പ്രാവശ്യം വന്ന സ്കീമല്ലേ. ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. വരുമോ ഇല്ല എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ, അതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ ലിസൺ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. കമാ, ലാസ്റ്റ് മാസം അജ്മലെ, ലാസ്റ്റ് മാസം ചെയ്യാൻ പറ്റില്ല. യെസ്, നോക്കാം. പറ്റും. മന്ത്ലി അത് മാറ്റാനൊക്കെ പറ്റൂടാ. ഒരു ക്വാർട്ടറിന് ഫിക്സഡ് സം, മറ്റേ മാസം അങ്ങനെ അതൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്. അടുത്തടുത്ത മാസത്തേക്ക് മാറ്റാനൊക്കെ പറ്റും. ഒരു വർഷത്തേക്ക് സെയിം എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. യെസ്, ലിസൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷഹീൽ സാറില്ലേ, നമ്മുടെ ഷഹീൽ സാറില്ലേ? സോ ഇസ് രജിസ്റ്റേർഡ് അണ്ടർ GST, ഓപ്റ്റിംഗ് ഫോർ QRMP വെച്ചോളൂ. QRMP ഫോർ ദ ക്വാർട്ടർ എൻഡഡ് ജൂണിൽ 80,000 അടച്ചിട്ട് വെച്ചോളൂ. കമോൺ, ജൂണിൽ 80,000 എന്ത് അടച്ചിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്. സോ ടാക്സ് അടയ്ക്കാന്ന് പറഞ്ഞിട്ട് മീ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് അല്ലേ? ടാക്സ് പേ ചെയ്തിരിക്കുക പറഞ്ഞാൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് കണക്കാക്കിയിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര? 80,000 അടച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ആക്ച്വൽ GST പേയബിൾ ഫോർ ജൂലൈയിൽ 30,000 ശരിക്കും 2 ഉണ്ട്, 35 ഉണ്ട്. ഇതാണ് ശരിക്കത്തെ ഓരോ മാസം ലയബിലിറ്റി.
ഇത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഇട്ടാ നെറ്റ്. പക്ഷെ ഇയാൾ ഫിക്സഡ് മെത്തേഡ് എടുത്തിരിക്കുന്നെങ്കിൽ ടെൽമി, ഇയാൾ ഫിക്സഡ് മെത്തേഡ് എടുത്തിരിക്കുന്നില്ല, എത്ര അടച്ചാൽ മതി പറയും? ഫിക്സഡ് മെത്തേഡാണ് സാർ എടുത്തിരിക്കുന്നെങ്കിൽ, ഷെയിൽ സാർ എടുത്തിരിക്കുന്നെങ്കിൽ ടെൽമി എത്ര അടയ്ക്കണം? M1 പറയൂ, ഏതാ M1? ഏത് മാസം? നിങ്ങൾ എക്സാമിന് M2 എക്സാം M1 പറഞ്ഞാൽ ഏത് മാസം? ജൂലൈ. വെരി ഗുഡ്. ജൂലൈയില് എപ്പോഴാണ് ലയബിലിറ്റി? 25th ജൂലൈ, ഓഗസ്റ്റ് അല്ലെ? 25th ഓഗസ്റ്റിന് എത്ര അടയ്ക്കണം പറയൂ? എത്ര അടയ്ക്കണം? 35% ഓഫ് ടാക്സ് ഓഫ് ലാസ്റ്റ് ക്വാർട്ടർ അല്ലെ? ലാസ്റ്റ് ക്വാർട്ടർ എത്രയാ? 80,000 ലാസ്റ്റ് ക്വാർട്ടർ 80 അല്ലേ? 80,000 35%. എത്രയാ പറയൂ? 28,000. 28,000. യെസ്. പക്ഷെ അവിടെ ആലോചിച്ചു, ആക്ച്വൽ ലയബിലിറ്റി അവിടെ എത്ര? 30,000 അല്ലേ? ജൂലൈത്തെ ആക്ച്വൽ ലയബിലിറ്റി 30 അല്ലേ? പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു എത്ര അടച്ചാൽ മതി? എത്ര അടച്ചാൽ മതി? 28 അടച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ M2 ജൂലൈ, ഓഗസ്റ്റ് എത്ര അടയ്ക്കണം പറയൂ? ജൂലൈ ഓഗസ്റ്റിൽ എത്ര അടയ്ക്കണം? 28,000. M3 സെപ്റ്റംബറിൽ എത്ര അടയ്ക്കാൻ പറയും? ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടല്ലോ. മൊത്തം ലയബിലിറ്റി എത്രയാണല്ലോ? ശരിക്കത്തെ ലയബിലിറ്റി ടോട്ടൽ ലയബിലിറ്റി സെപ്റ്റംബറിൽ ടോട്ടൽ ലയബിലിറ്റി ഫോർ ദ ക്വാർട്ടർ എത്രയാ? 30 പ്ലസ് 32 പ്ലസ് 35 അല്ലേ? എത്രയാണ്? 97. 97. ഈ 97 ലെസ് ഓൾറെഡി M1 M2 എത്ര അടച്ചിട്ടുണ്ട്? M1 M2 എത്ര അടച്ചിട്ടുണ്ട്? 28 അല്ലേ? 56 മൈനസ് 0 ബാക്കി 41. ഈ 41 നമ്മൾ അടയ്ക്കണം അർത്ഥം. എപ്പോൾ അടയ്ക്കണം പറയും? സെപ്റ്റംബറിലത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കണം? ഇതിന് നിങ്ങൾ കാര്യം പറയാം. ഈ ജൂലൈത്തെ അടയ്ക്കാൻ നമ്മൾ ഏത് ഫോം ഉപയോഗിക്കും? PMT-06 ഉപയോഗിക്കും പറഞ്ഞില്ലേ? ഇതടയ്ക്കാനും PMT-06 ഉപയോഗിക്കും പറഞ്ഞില്ലേ? യെസ്. ഇത് ചെയ്യുന്നത് ഒക്ടോബറിനല്ല, ഇത് നമ്മൾ ചെയ്യുന്നത് സെപ്റ്റംബറത്തെ GST 3B കൂടെയാണ് നടത്തും. മനസ്സിലായോ? സെപ്റ്റംബറിൽ നമ്മൾ 3B ഫയൽ ചെയ്യണ്ടേ? സെപ്റ്റംബറത്തെ 3B ഫയൽ ചെയ്യണ്ടേ? സെപ്റ്റംബറത്തെ 3B എപ്പോഴാണ് ഫയൽ ചെയ്യാം? ഒക്ടോബർ 20th. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 20th ഒക്ടോബർ എന്നല്ലടാ, 20th ഒക്ടോബർ എന്നുള്ളത് ഗവൺമെന്റ് ഇപ്പൊ ചെറിയൊരു ഓൾട്ടറേഷൻ ചെയ്തിട്ട് QRMP സ്കീമിലുള്ള ചില സ്റ്റേറ്റ്സിന്, അതായത് സൗത്ത് ഇന്ത്യൻ വരുന്ന സ്റ്റേറ്റ്സിനൊക്കെ 22nd, നോർത്ത് ഇന്ത്യയിൽ വരുന്ന സ്റ്റേറ്റ്സിന് 24th ആക്കിയാണ്. ആ ലിസ്റ്റ് ഞാൻ ആ PDF ഉണ്ടാവില്ല, ICയുടെ മറ്റേ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇല്ലേ, ആ PDF ഉണ്ട്. ഇതവിടെ വരുന്നുണ്ട്. ചില സ്റ്റേറ്റ്സിന് എത്ര ആക്കിയിട്ടുണ്ട്? ICയുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാം. ഒരു മിനിറ്റ്. എന്റെ പോലെ സ്റ്റേറ്റ് വൈസ് ചോദിക്കാൻ ചാൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇല്ല. പക്ഷെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഉണ്ടാവും. ആ QRMP എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും 20th ആണ്. സോ ചില ആലോചിച്ചു, തെലുങ്കാന, ആന്ധ്ര, കർണാടക, ഗോവ, മധ്യപ്രദേശ് ഏരിയയില്ല, അതിന്റെ താഴത്തുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴാ? 22nd. ഏതിനാ? 3B ഫയൽ ചെയ്യാൻ. നോർമൽ ആൾക്കാർക്കാണെങ്കിലോ ടെൽമി, അതർ ദാൻ QRMP ആണെങ്കിൽ 20th തന്നെയല്ലേ? കണ്ടോ? QRMP എല്ലാത്ത ആൾക്കാരാണെങ്കിൽ 20th തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ QRMP ഉള്ളവർക്ക് ഗവൺമെന്റ് പറഞ്ഞു സൗത്ത് ആണെങ്കിൽ ഇത്രയും, നോർത്ത് ആണെങ്കിൽ 24ാം തീയതി. സോ കുറച്ച് നോർത്ത് ഇന്ത്യ പാർഷ്യാലിറ്റി. എസ് ഓർണോ? വേണമെങ്കിൽ പറയാം. അവർക്ക് 2 ദിവസം കൂടി കൊടുത്തിട്ടുണ്ട്. എസ് ഓർണോ? യെസ്. സോ ഇത് കേരളത്തിലെ ഡീലർ ആണെങ്കിൽ ടെൽമി, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ കേരളത്തിലെ ഡീലർ ആണെങ്കിൽ എപ്പോൾ ചെയ്യണം ടാക്സ്? കേരളത്തിലത്തെ ഡീലർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എപ്പോൾ ടാക്സ് അടയ്ക്കണം?
22 ഒക്ടോബർ അല്ലേ വരിക? വെരി ഗുഡ്. ഇനി നമ്മൾ ഈ 41,000 അടയ്ക്കുമ്പോൾ 41,000 രൂപ അടയ്ക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അടയ്ക്കണോ വേണ്ടെന്ന ചോദ്യം. നമ്മൾ ഫിക്സഡ് സം എടുത്തത് കൊണ്ട് ടെൽ മീ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ശരിക്കും കുറച്ച് ഷോർട്ട് ഫോൾ ഇല്ലേ? ശരിക്കും കുറച്ച് ഷോർട്ട് ഫോൾ ഉണ്ട്. 30-ന് പകരം 28 അടച്ചിട്ടുള്ളൂ അല്ലെ? ചെറിയ ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ കൂടെ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ അല്ല. ഇൻട്രസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ. യെസ് യെസ്. അഭിരാമി ചോദിച്ചോളൂ. 25th ടെൽ മീ ജൂലൈത്തെ ടാക്സ് ഇല്ല അഭിരാമി? ജൂലൈത്തെ ടാക്സ് എപ്പോൾ അടയ്ക്കണം? 25th. ഓഗസ്റ്റിലെ ടാക്സ് എപ്പോൾ അടയ്ക്കണം? 25th സെപ്റ്റംബർ. മനസ്സിലായോ? ടാക്സ് അടയ്ക്കാൻ 25th. മൂന്നാമത്തെ മാസം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യല്ലേ ചെയ്യാം? റിട്ടേൺ ഫയലിങ്ങിന്റെ കൂടെ കാണിക്കുന്ന അർത്ഥം. അപ്പൊ അവിടെ 25th റിലവൻസ് ഇല്ല. ക്ലിയർ ആയോ? യെസ് ഫൈൻ. യെസ്. അപ്പൊ ഇതാണ് QRMP സ്കീമിന്റെ മൊത്തത്തിലുള്ള ഒരു ധാരണ. ഈ ലെവലിൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എക്സാമിന്. ഈ ഒരു ലെവൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അതാ വേണ്ടത്. ഞാൻ അഡ്വാൻസ് ലെവൽ കാൽക്കുലേഷൻസിലാണ് ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ പോയി അതൊന്നും ചോദിക്കില്ല. അപ്പൊ ടെൽ മീ QRMP ആകെ കൂടെ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങളില്ലേ? എക്സാമിന് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ടെൽ മീ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്കീം ഓപ്ഷണൽ ഓർ മാൻഡേറ്ററി? പറയൂ. 1 ഓപ്ഷണൽ ഓർ മാൻഡേറ്ററി QRMP? ഓപ്ഷണൽ. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ, എന്താ എലിജിബിലിറ്റി? ഈ സ്കീം കിട്ടണമെങ്കിൽ എലിജിബിലിറ്റി എന്താ? അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 crores ലെസ് ദാൻ ഏത് വർഷം? പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. യെസ് ഓർ നോ? യെസ്. ഈ സ്കീം എടുക്കുന്നവർക്ക് ടെൽ മീ എന്താ ബെനിഫിറ്റ്? GSTR 1 എപ്പോൾ ചെയ്താൽ മതി? ക്വാർട്ടർലി. GSTR 3B എപ്പോൾ ചെയ്താൽ മതി? അതും ക്വാർട്ടർലി അല്ലെ? ക്വാർട്ടർലി. പക്ഷെ വേണമെങ്കിൽ ഓപ്ഷനായിട്ട് എന്ത് ഫയൽ ചെയ്യാം? IFF ഫയൽ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് IFF ഓപ്ഷനിലായിട്ട് ഫയൽ ചെയ്യുന്ന അർത്ഥം? എന്തിനു വേണ്ടിയിട്ടാണ്? ഏതിനാ? B2B അല്ലേ? B2B ITC ക്ലെയിം ഓഫ് റെസിപ്പിയന്റ്. കുറച്ചുകൂടി പറഞ്ഞാൽ ഏർലി ITC ക്ലെയിം അല്ലേ? എന്തായാലും 1 കിട്ടും. കുറച്ചുകൂടി മുന്നേ കിട്ടാൻ IFF ഫയൽ ചെയ്യാൻ നടത്താം. യെസ് ഓർ നോ? യെസ്. ദെൻ നാലാമത്തത്, IFF ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടെൽ മീ IF ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വന്ന് കിടക്കാം? ആദ്യം 2A or 2B? ആദ്യം എവിടെ അപ്ലോഡ് ആവും? അപ്ഡേറ്റ് ആവും? റെസിപ്പിയന്റിന്റെ 2A അപ്ഡേറ്റ് ചെയ്യും. യെസ്. ഇനി IFF ഡ്യൂ ഡേറ്റിന്റെ അകത്താണെങ്കിൽ, കമോൺ, ഡ്യൂ ഡേറ്റിന്റെ അകത്താണെങ്കിൽ 2B ഓഫ് സെയിം മന്ത് അല്ലേ? 2B ഓഫ് സെയിം മന്ത്. യെസ് ഓർ നോ? ഇത് എപ്പോഴാണ് വരിക? 14th അല്ലേ? 5th വൺ, IFF ഫയൽ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ ടെൽ മീ. ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ 2Bയിൽ എപ്പോൾ വരും? ഈ ഒരു ചോദ്യമായിരിക്കും എക്സാം ചാൻസ് ഉണ്ട്. 2Bയിൽ എപ്പോൾ വരും? 2Aയിൽ എപ്പോൾ വരും? 2Aയിൽ റിയൽ ടൈമിൽ തന്നെ വരില്ലേ? 2Aയിൽ അപ്പൊ തന്നെ കാണാം, സെയിം ഡേറ്റ്. 2Aയിൽ 2B എപ്പോഴേ വരുള്ളൂ? നെക്സ്റ്റ് മന്ത് അല്ലേ വരുള്ളൂ? Yes. So tell me whether the in ITC will be delayed for 1 month. Yes or no? Yes. പിന്നെ ആറാമത്തെ മെയിൻ കൺസെപ്റ്റ് എന്താ? മന്ത്ലി പേയ്മെന്റ് ഓഫ് ടാക്സിൽ രണ്ട് സ്കീം. ഒന്ന് 35% ടാക്സ് അടയ്ക്കുന്ന സ്കീമും മറ്റേതാ? സെൽഫ് അസസ്മെന്റ് സ്കീമും. ഫിക്സഡ് സമ്മും കറക്റ്റ്. ഫിക്സഡ് സം, സെൽഫ് അസസ്മെന്റ് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് മൈനസ് അടയ്ക്കാം. ഈ ഫിക്സഡ് സമ്മിൽ 2 ലോജിക്കിന് നടത്താം. ശ്രദ്ധിക്കാം. ലാസ്റ്റ് മന്തും QRMP ഉള്ള ആൾക്കാരാണെങ്കിൽ ടെൽ മീ ഏതെടുക്കണം? എത്ര എടുക്കണം? ലാസ്റ്റ് മന്തും QRMP ലോജിക് ഫോളോ ചെയ്യണമെങ്കിൽ എന്തെടുക്കണം? ടോട്ടൽ
ടാക്സ് ഓഫ് ക്വാർട്ടർലി ഇൻറ്റു 35% എടുക്കണ്ടേ? യെസ് ഓർ നോ? യെസ്. ലാസ്റ്റ് മാസം QRMP അല്ലാത്ത ആൾക്കാരാണെങ്കിലോ? QRMP അല്ല, മന്ത്ലി ചെയ്യുന്ന ആളാണെങ്കിലോ? ലാസ്റ്റ് പ്രാവശ്യം നോക്കുമ്പോൾ ഏപ്രിൽ മെയ് ജൂണിലൊക്കെ മാസം മാസം ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും? തൊട്ടുമുത്ത മാസം അല്ലെ? ലാസ്റ്റ് മന്തിന്റെ എത്ര ശതമാനം? അപ്പൊ ഗവൺമെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ലാസ്റ്റ് മാസത്തിന്റെ അതേ ടാക്സ് ഈ മാസം വരുന്നുള്ള എക്സ്പെക്ടേഷനിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ അതെ അതെ. സോ യെസ് യെസ് യെസ്. പിന്നെ ഒരു സ്ഥലത്ത് ഫിക്സഡ് സമ്മിൽ ഇൻട്രസ്റ്റ് വരില്ല, സെൽഫ് അസസ്മെന്റിൽ ഇൻട്രസ്റ്റ് വരും. ക്ലിയർ ആയി? സോ ഇതാണ് ഇതിന്റെ നമ്മുടെ കൺക്ലൂഷൻ. സോ ICAയുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇല്ലേ? ICAയുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ ഇനി QRMP സ്കീമില്ലേ, നിങ്ങൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ ധാരണ കിട്ടും. അതിന് 25th ഫുഹാദ് PMT-06 25th എന്ന് പറയുന്നില്ലേ? അടുത്ത മാസം 25th പറയില്ലേ? യെസ്. അപ്പൊ ഇതിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവില്ലേ? ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇല്ലേ? ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഒന്നും എക്സാമിന് ടെസ്റ്റ് ചെയ്യില്ല കേട്ടോ, ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ ഈ പറഞ്ഞ തിയറി ആംഗിളിൽ ഈ 1 2 3 4 5 6 എന്നുള്ള ഏരിയാസ് അല്ലേ, ഇതിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും 4 5 മാർക്കിന് എക്സാം. ക്ലിയർ? സെപ്റ്റംബറിന്റെ സെപ്റ്റംബറിന് നമ്മൾ ഒക്ടോബറിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ഇടാം. 22nd 20th ഒക്ടോബർ ആയിരുന്നു, അതിപ്പോ 22ാം തീയതി ആക്കി നടത്തും. സെപ്റ്റംബറിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന 3B ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് ഇല്ലേ? കേരള ആയതുകൊണ്ട് 22 ആക്കി. ITC ചാപ്റ്ററത്തെ റൂൾ 42 43 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതിന് ചോദ്യം ഉണ്ടാവില്ല. ITC ചാപ്റ്ററിന്റെ 42 43 അത് പറയാൻ പറ്റില്ല അമ്മലെ. അമെന്റ്മെന്റ് മാത്രം എത്ര മാർക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമെന്റ്മെന്റ് ഒരു 10-12 മാർക്കിന്റെ ലെവൽ ചോദിച്ചത്. അതെ അതെ, അല്ലടാ എല്ലാവർക്കും വരും. ഋതുവാൻ നല്ല പ്രശ്നമാണ്. ഈ 2B എന്നുള്ളതില്ലേ എല്ലാവർക്കും വരും കേട്ടോ, QRMPക്കാർക്ക് മാത്രമല്ല, 2B എല്ലാവർക്കും വരും. ഓക്കെ, എനിക്കൊരു മീറ്റിംഗ് കൂടി ഉണ്ട്, അത് കൺക്ലൂഡ്, അതിന്റെ ഇടയിൽ കൂടെ മീറ്റിംഗ് കൂടെ വന്നാണ്. ഓക്കെ, ആ മീറ്റിംഗിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ വരാണ്ട് വന്നാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അതെ അതെ അതെ, യെസ്. സോ നമ്മൾ അമെന്റ്മെന്റ്സ് കവർ ചെയ്തു, പിന്നെ അതിലൂടെ കുറെ ക്വസ്റ്റ്യൻസും കവർ ചെയ്തില്ലേ? ഐ ഹോപ്പ് ദ സെഷൻസ് വാസ് യൂസ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. യെസ്, ഫൈൻ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ക്ലിയറൻസ് ഒക്കെ ഇല്ലേ? അതിന് വേണമെങ്കിൽ ഞാനൊരു 4-5 ഡേയ്സിന് ശേഷം ഒരു ഏരിയസിൽ വന്നിട്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ട ഒരു ദിവസം സൂമിൽ കയറിക്കോളാം. നോക്കട്ടെ ഫ്രീ ഉണ്ടെങ്കിൽ. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എക്സാം മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഇല്ലേ, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും. ആ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച ശേഷം ആ മോക്ക് ടെസ്റ്റ് അല്ലേ ചെയ്യാം. പിന്നെ ഞാൻ അവസാനത്തെ മോഡ്യൂൾ 5 ഇല്ലേ, ഇതുവരെ ഓക്കെ കുഴപ്പമില്ല. അവസാനത്തെ മോഡ്യൂൾ 5 കൂടെ അതിൽ അപ്ഡേറ്റ് ചെയ്യാം, ടെസ്റ്റിന്റെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കാണ് ഈ QRMPയുടെയും കൂടി MCQs വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം, കാരണം എന്തായാലും എക്സാമിന് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, so we'll wind up our session. Okay, Q&A. I hope it was useful. Thank you so much. Thank you. Bye. All the best. അപ്പൊ എല്ലാവരും എക്സംഷൻ അടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അതിന്റെ കുറവ് ഒന്നുമില്ല, അതിന്റെ താഴെ ഒന്നുമില്ല. ഓക്കെ, IDT സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് നല്ല പഠിച്ചുകൊണ്ടാണ്. മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാറില്ലേ, സെൽഫ് മോട്ടിവേഷൻ ആണ് CA മെയിൻ. ഞാൻ കുറെ എന്താ പറയാ കവല പ്രസംഗം നടത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ ഇരുന്ന് പഠിക്കുക, മനസ്സിലായോ? 5 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ 4:55 എണിക്കാൻ തോന്നണം, അതാണ് ആവേശം. അത് വേണം. ടൂർ പോകാനാണെങ്കിൽ എണിക്കില്ലേ? ടൂർ പോകാനാണെങ്കിൽ 5:54 മണിക്കല്ല, അതിന് മുമ്പേ എണിച്ചിരിക്കുന്നുണ്ട്. ഇതെന്ത് സമയാവ? അതെ, ആ ഒരു ആവേശം എക്സാമിനും വേണം. ഉറങ്ങിയില്ല. തീർച്ചയായും. അതെ അതെ അതെ. പിന്നെ ഒരു കാര്യം വെച്ചാല്, ഞാൻ പറയാറുള്ള ഇൻസ്റ്റാ FB വാട്സപ്പ് ഒക്കെ ഇല്ലേ, അതൊക്കെ യൂസേജ് മിനിമം ആക്കുക എന്നർത്ഥം. 99% പഠിച്ചില്ലേ, 86B പോലെ ആക്കുക. ഏത് ഇൻസ്റ്റാഗ്രാം FB ഒക്കെ നോക്കുന്നത് 1% നോക്കുക. 99% ആവശ്യമില്ല. ശരി കേട്ടോ, എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എക്സാംഷൻ അടിച്ചിട്ട് വിളിക്കാം. ഓക്കെ.
ഇനി നിങ്ങൾക്കുള്ള സപ്പോർട്ട് തുടരും തീർച്ചയായും. ഈ എക്സാം സമയത്ത് നമ്മൾ എക്സാം വരയ്ക്കുള്ള പീരീഡിൽ നമ്മളെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ബൈ ബൈ.